പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വയനാട്ടും ചേലക്കരയിലും ജനങ്ങളിതാ വോട്ടർമാരിതാ വിധിയെഴുതി കഴിഞ്ഞു. വയനാട്ടിൽ മന്ദഗതിയിലുള്ള പോളിംഗാണ്. ചേലക്കരയിൽ പ്രചരണത്തിന്റെ ആവേശം വോട്ടെടുപ്പിലും പ്രതിഫലിച്ചു എന്ന് വേണം കരുതാൻ. ബൈപോൾ ബാറ്റിൽ എനിക്കൊപ്പം ഉണ്ണി ബാലകൃഷ്ണനും സുജയ പാർവതിയും പ്രിയപ്പെട്ട പ്രേക്ഷകർക്കൊപ്പം ചേരും. ഓരോ മണ്ഡലങ്ങളിൽ നിന്നും വയനാട്ടിലും ചേലക്കരയിൽ നിന്നും ബൂത്തുകളിൽ നിന്നുള്ള ഏറ്റവും ഒടുവിലത്തെ തത്സമയ വിവരങ്ങളും വിശകലനങ്ങളുമായി നമ്മൾ ആരംഭിക്കുന്നു. മൂന്നിലംഗം ദ ബൈപോൾ ബാറ്റിൽ. വെൽക്കം. ഒരു മാസം നീണ്ട കാടിളക്കിയുള്ള പ്രചാരണത്തിന് ശേഷം ചേലക്കരയിലും വയനാട്ടിലും വിധിയെഴുത്ത് പൂർത്തിയാവുകയാണ്. ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്ന ചേലക്കരയിൽ പോളിംഗ് ശതമാനം 70% കടന്നിരിക്കുന്നു. സമയം അവസാനിച്ചിട്ടും ചേലക്കരയിലെ പല ബൂത്തുകളിലും പ്രത്യേകിച്ച് തളിയിൽ ഇപ്പോഴും വോട്ടർമാരുടെ നീണ്ട നിരയാണ്. എന്നാൽ വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിയുടെ തരംഗമുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിടത്ത് പോളിംഗ് ഇപ്പോഴും മന്ദഗതിയിലാണ്. രാഹുൽ ഗാന്ധിയേക്കാൾ പ്രിയങ്കയ്ക്ക് UDF ഭൂരിപക്ഷം ഉറപ്പിച്ച വയനാട്ടിൽ പോളിംഗ് മന്ദഗതിയിലായിരിക്കുന്നു എന്നുള്ളതാണ് UDF ക്യാമ്പുകളിൽ മ്ലാനത പരത്തുന്നത്. ഏറ്റവും ഒടുവിലത്തെ കണക്കനുസരിച്ച് 62.37 വയനാട്ടിലെ പോളിംഗ് ശതമാനം. തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് മുന്നണികൾ. പക്ഷേ കഴിഞ്ഞ തവണത്തെ കണക്കുകൂട്ടി നോക്കുമ്പോൾ വോട്ടർ ടേൺഔട്ടിലുണ്ടായ കുറവ് ആർക്കായിരിക്കും തിരിച്ചടിയാവുക എന്നതാണ് വയനാട്ടിൽ പ്രധാനമായും കണക്കുകൂട്ടുന്നത്. എന്നാൽ ചേലക്കരയിൽ കഴിഞ്ഞ തവണത്തെ പോളിംഗ് പെർസെന്റേജിന്റെ അടുത്തേക്ക് എത്താനുള്ള സാധ്യതയുണ്ടെന്നും ഏറ്റവും ഒടുവിലത്തെ കണക്കുകൾ പറയുന്നു. പോളിംഗ് ശതമാനത്തിലെ ഏറ്റക്കുറച്ചിലുകൾ ജനവിധി ആർക്കനുകൂലമാകുമെന്നറിയാൻ ഇനി കൃത്യം 10 ദിവസത്തിന്റെ ഇടവേളയുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ഇപ്പോഴും ആളുകൾ തിക്കിത്തിരക്കുന്ന പോളിംഗ് ബൂത്തിൽ നിന്ന് തുടങ്ങിയാലോ? അതെ, ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 7 മിനിറ്റ് ആയിരിക്കുന്നു. ഇപ്പോൾ പോളിംഗിനുള്ള സമയം അവസാനിച്ചിരിക്കുന്നു. ഉണ്ണി ബാലകൃഷ്ണൻ, ചേലക്കരയിലെ ഒരു പോളിംഗ് ബൂത്തിൽ ഇപ്പോൾ നീണ്ട നിരയുണ്ട്. പക്ഷേ വയനാട്ടിൽ ഒരു പോളിംഗ് ബൂത്തിലും കാര്യമായ തിരക്ക് 6 മണിക്ക് ഉണ്ടായിരുന്നില്ല. അതായത് ടോക്കൺ കൊടുത്ത് വോട്ട് ചെയ്യിപ്പിക്കേണ്ട അവസ്ഥ വയനാട്ടിലില്ല. എന്നാൽ നമ്മളിപ്പോൾ പോകുന്ന തളിയിൽ നീണ്ട നിരയുണ്ട് ചേലക്കരയിൽ. എന്താണ് സൂചന? നോക്കൂ, വയനാട്ടിലെ പോളിംഗ് ശതമാനം കുറയുന്നു എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ നമ്മളെ കമ്പരപ്പിക്കുന്ന ഒരു കാര്യമാണ്. കാരണം പ്രിയങ്ക ഗാന്ധി വളരെ ദിവസങ്ങൾ അവിടെ സ്റ്റേ ചെയ്ത് വലിയ ക്യാമ്പയിൻ നടത്തിയ ഒരു സ്ഥലമാണ്. നിശ്ചയമായും പ്രിയങ്ക ഗാന്ധി ആദ്യമായി മത്സരിക്കുന്ന ഒരു സ്ഥലവുമാണ്. ആ അർത്ഥത്തിൽ ദേശീയ ശ്രദ്ധ ആകർഷിച്ച ഒരു മണ്ഡലമായിരുന്നു വയനാട് എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ അവിടെ ഒരു ആലസ്യം ബാധിച്ചിരിക്കുന്നു എന്നാണ് അവസാനം നമുക്ക് ലഭിക്കുന്നത്. കന്നിയംഗത്തിൽ റെക്കോർഡ് ഭൂരിപക്ഷം ഇട്ട് ഒരു വലിയ വിജയത്തോടെ ലോക്സഭയിൽ എത്താവുന്ന പ്രതീക്ഷ മങ്ങുകയാണോ? അതായത് 6 ലക്ഷം വരെ ഭൂരിപക്ഷം കിട്ടുമെന്നാണ് കോൺഗ്രസ് ക്യാമ്പ് അവകാശപ്പെട്ടുകൊണ്ടിരുന്നത്. നമ്മൾ അന്ന് തന്നെ ഒരു കാൽക്കുലേഷൻ പറഞ്ഞു, ഒരു 11-11.5 ലക്ഷം വോട്ട് പോൾ ചെയ്യപ്പെട്ടാൽ മാത്രമാണ് അത്രയും വലിയൊരു ഭൂരിപക്ഷത്തിലേക്ക് എത്തുക എന്നുള്ളത്. എന്നാൽ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന കണക്കുകൾ അനുസരിച്ചാണെങ്കിൽ 5 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം എത്തുക എന്ന് പറയുന്നത് പോലും അത്ഭുതകരമായിരിക്കും, അസാധ്യമായിരിക്കും എന്നുള്ളത്. നമുക്ക് പെട്ടെന്ന് സാധ്യമായ ഒരിടത്തേക്ക് പോകാം, തളിയിലേക്ക്. തളിയിലൊരു നീണ്ട നിരയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചേലക്കരയിൽ കടുത്ത പ്രചരണമായിരുന്നു. അല്ലമീൻ, AK അഭിലാഷ്, അഷ്കർ അലി, ജെയ്സൺ ചാവളപ്പിൽ, സായ്കുമാർ എന്നിവർ നമുക്കൊപ്പം ചേരും. ചേലക്കരയിൽ നിന്ന് വയനാട്ടിൽ നിന്ന് VS രഞ്ജിത്തും, അലി അക്ബർ ഷായും, ദീപക് മോഹനും, മുബഷീർ P അക്ബറും ചേരും. ആദ്യം ചേലക്കരയിൽ. ഇപ്പോൾ തളി ബൂത്തിലാണ് നമ്മളുടെ പ്രതിനിധി അല്ലമീൻ ഉള്ളത്. വലിയ ക്യൂ ഇപ്പോഴും അല്ലമീന്റെ ബൂത്തിലുണ്ട്. അല്ലമീൻ, വെരി ഗുഡ് ഈവനിങ്. ഇപ്പോൾ ബൂത്തിൽ ക്യൂ നീണ്ട നിരയിലാണോ? ടോക്കൺ വിതരണം ആരംഭിച്ചോ? അരുൺ, ടോക്കൺ വിതരണം പൂർത്തിയാക്കി നമ്മളുടെ ഗേറ്റും പൂട്ടിയിരിക്കുകയാണ്. ഇനി അകത്തേക്ക് ആർക്കും പ്രവേശനമില്ല. വോട്ട് ചെയ്ത ആളുകളെ പുറത്തേക്ക് ഇറക്കാൻ മാത്രമാണ് ഗേറ്റ് തുറക്കുന്നത്. 133 പേർക്കാണ് ഇപ്പോൾ ടോക്കൺ നൽകിയിരിക്കുന്നത്. അതിൽ 69 സ്ത്രീകളും 64 പുരുഷന്മാരുമുണ്ട്. പുരുഷന്മാർ അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ പേർക്ക് ടോക്കൺ നൽകാൻ പറ്റിയിട്ടുമില്ല. എന്നാലും അകത്തുള്ളവരെ അകത്ത് നിർത്തിയിരിക്കാൻ അവർക്ക് വോട്ട് ചെയ്യാനുള്ള അവസരമുണ്ട്. എഴുതി വെച്ച ടോക്കൺ തികയാതെ പോയൊരു സാഹചര്യം കൂടിയുണ്ട്. ഈ ബൂത്തിന്റെ പ്രത്യേകത, ഈ വരവൂർ പഞ്ചായത്തിലെ 12ാം വാർഡാണ് ഇതെന്ന് പറയുന്നത്. അവിടെ 1504 വോട്ടർമാരുള്ള ഒരു ബൂത്താണ്. ഈ 1504 വോട്ടർമാർക്ക് വേണ്ടിയുള്ള ക്രമീകരിച്ചിരിക്കുന്ന 7-ാം നമ്പർ ബൂത്ത് തളിയിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിലാണ്. അവിടെ സൗകര്യങ്ങളുടെ ഒരു പരിമിതിയാണ് ഇത്ര വലിയ ഒരു ക്യൂ ഇപ്പോഴും തുടരാൻ കാരണം. രാവിലെ മുതൽ തന്നെ ഈ ക്യൂ പ്രകടമാണ് എന്നുള്ളതാണ് ഇവിടെ സുരക്ഷയിലുണ്ടായിരുന്ന പോലീസുകാരും മറ്റ് ആളുകളുമൊക്കെ പറയുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇവിടുത്തെ വോട്ടെടുപ്പ് പൂർത്തിയാകുന്നതിന് ഏതാണ്ട് 9 മണി സമയമായി എന്നുള്ളതാണ് പറയുന്നത്. ചേട്ടാ, ഗേറ്റിനകത്ത് സ്വകാര്യം പറഞ്ഞിരിക്കുകയാണ്. എപ്പോഴെത്തിയത്? തിരക്കണ്ട അറിയില്ലേ? എത്ര നേരം കഴിച്ചിട്ടാ കൊതു കഴിച്ചിട്ട് കുമ്പിടാൻ പറ്റില്ല. ആകെ തിരക്കല്ലേ ഇവിടെ. കുമ്പിടവും മതില മലം പിടിച്ച് മോന്തത്തി അങ്ങോട്ട് പോകും. ഇന്നിപ്പോ വീട്ടിൽ പോകാൻ പറ്റുമോ? ചിരി സഹിക്കാൻ വയ്യ, കാരണം അത്രയും നേരത്തെ കാത്തി കിടച്ചാൽ എന്താ അവസ്ഥ? സ്ഥിരമാണ് അവിടുത്തെ? കഴിഞ്ഞ വർഷത്തെ അവസ്ഥയായിരുന്നു. ഈ വർഷം ഇപ്പൊ എന്തായാലും കഴിഞ്ഞ വർഷം ഞങ്ങൾ 8 മണിയോട് കൂടിയിട്ടാണ് വീട്ടിലെത്തിയത്. ഈ വർഷം ഇപ്പൊ എന്തായാലും 9 മണി കഴിയും. ചേട്ടൻ സംസാരിക്കുമ്പോൾ രാത്രി കഴിക്കാനുള്ള സാമ്പാറും ചോറൊക്കെ ഇങ്ങോട്ട് എത്തിക്കാന്ന് പറഞ്ഞു. അവസ്ഥ ഒരു ഉണ്ടായിരിക്കാം. ആരെങ്കിലും കൊടുത്താൽ മതി.
ഞങ്ങൾ കഴിക്കാൻ തയ്യാറാ. അരുൺകുമാർ നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ ഒരു ചേട്ടൻ പറഞ്ഞതാണ്, കാരണം ഇനി 9 മണിക്കും വീടെത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല, വീട്ടിൽ നിന്ന് സാമ്പാറും ചോറൊക്കെ ഇവിടേക്ക് എത്തിക്കാം, പായും തലേനൊക്കെ ഇവിടേക്ക് എത്തിക്കാം എന്ന് വരെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം അത്ര ക്യൂ ഉണ്ട്, ഏതായാലും മണിക്കൂറുകൾ ഇനിയും എടുക്കുമെന്നുള്ളതാണ്. ഈ ചെറിയ മുറിയാണ് അരുൺകുമാർ, അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. എത്ര വോട്ടർമാരാണ് പോളിംഗ് ബൂത്തിൽ ഉണ്ടായിരുന്നത്? അതായത് 1400-ലധികം ഉണ്ടോ? കൂടുതൽ ഉദ്യോഗസ്ഥരും കൂടുതൽ യൂണിറ്റും ഉണ്ടോ? എന്താണ് അവിടുത്തെ അവസ്ഥ? അരുൺകുമാർ 1504 വോട്ടർമാർ, 1504 വോട്ടർമാരാണ് ഇവിടെ വോട്ട് രേഖപ്പെടുത്താനുള്ളത്. സ്വാഭാവികമായും അത്രയും ആളുകൾക്ക് 2 പോളിംഗ് ബൂത്ത് ക്രമീകരിക്കുക എന്നുള്ളതാണ് സാധാരണ നടപടിക്രമം. പഞ്ചായത്തൊക്കെ നേരത്തെ തന്നെ അത് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് നേരത്തെ സംസാരിച്ച ആളുകൾ പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെ ആവശ്യം ഉന്നയിച്ചെങ്കിലും ആ ആവശ്യം ആ അർത്ഥത്തിൽ പരിഗണിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതിന്റെ ഉദാഹരണമാണ് ഇപ്പോൾ കാണുന്നത്. തൊട്ട് മുമ്പ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും സമാനമായ സാഹചര്യം തന്നെയായിരുന്നു. ഒരു കുടുസ് മുറിക്കകത്താണ് ഈ ഉദ്യോഗസ്ഥരെല്ലാം ഇരിക്കുന്നത്. അവിടേക്കാണ് ഈ ആളുകൾ കയറി വരുന്നത്. സാധാരണ വിശാലമായ സൗകര്യമുള്ള മുറിയാണെങ്കിൽ ഒരേ സമയം 2-3 പേർക്ക് കയറി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വോട്ട് ചെയ്തിറങ്ങാം. ഇതിപ്പോൾ ഒരു സമയത്ത് ഒരാൾക്ക് മാത്രമേ വോട്ട് ചെയ്യാനാകൂ എന്നുള്ളതാണ്. ഇപ്പോൾ ഒരാൾ നിൽക്കുമ്പോൾ മറ്റു 2 പേരെ കയറ്റി നിർത്തിയിരിക്കുന്നു എന്നല്ലാതെ മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാനോ അവരുടെ മറ്റേ വെരിഫിക്കേഷൻ പൂർത്തിയാക്കാനോ ഒന്നും സാധിക്കില്ല. കാരണം അത്രമേൽ സൗകര്യം മാത്രമേ അവിടെ ഉള്ളൂ എന്നുള്ളതാണ്. ഉദ്യോഗസ്ഥരെയും കുറ്റം പറയാനാകില്ല. ഏതായിരുന്നാലും കഴിഞ്ഞ തവണ ഇവർക്ക് ഇത് ശീലമാണ്. മുൻ വർഷങ്ങളിലും സമാനമായ സാഹചര്യം തന്നെയാണ്. ഈ ക്യൂവിൽ നിൽക്കുന്നതിലധികവും സ്ത്രീകളാണ് എന്നുള്ളതാണ് ഏറെ പ്രധാനം. നമ്മൾ നേരത്തെ വരുമ്പോൾ ഇപ്പോൾ ഇവരെല്ലാം ഈ കോമ്പൗണ്ടിനകത്തേക്ക് നിർത്തിയിരിക്കുകയാണ്. നേരത്തെ നമ്മൾ കാണുമ്പോൾ ഈ റോഡിന് പുറത്തേക്ക്, ഇതിന് മതിലിന് പുറത്ത് ഏതാണ്ട് അങ്ങറ്റം വരെ നീണ്ടു നിൽക്കുന്ന ക്യൂ ആയിരുന്നു. 2 ഭാഗത്തും ഇരുഭാഗത്തുമായി നിൽക്കുന്നുണ്ടായിരുന്നു. നട്ടുച്ചയ്ക്കും വൈകുന്നേരത്തേക്ക് നല്ല ചൂട് സമയത്ത് പോലും മുഖം പൊത്തി തലയിലൊക്കെ പലതും വെച്ച് മറച്ച് ചൂടിൽ നിന്ന് രക്ഷപ്പെട്ടൊക്കെ നിൽക്കുന്ന ആളുകളെ നമ്മൾ രാവിലെ കണ്ടിരുന്നു. ഇപ്പോൾ ഈ സമയമായപ്പോഴാണ് ഇവരെയൊക്കെ അകത്തേക്ക് മാറ്റി. നമുക്കത് കാണാം. താടിയിൽ ഈ വരവൂർ എന്നുള്ളത് ഒരു LDFന്റെ പഞ്ചായത്താണ്. വരവൂരിൽ 1167 വോട്ടുകളാണ് കഴിഞ്ഞ ലോക്സഭയിൽ രാധാകൃഷ്ണന് ഭൂരിപക്ഷം എന്ന് പറയുന്നത് വരവൂർ പഞ്ചായത്തിൽ മാത്രം. അതിനു മുമ്പ് 4113 വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന വരവൂർ പഞ്ചായത്തിൽ വലിയ പോളിംഗ് ആണ്. കഴിഞ്ഞ തവണത്തിന് സമാനമായ പോളിംഗ് ആണെന്ന് പറയുമ്പോൾ ഏകദേശം കാര്യങ്ങൾ വോട്ട് ചെയ്യാൻ വേണ്ടി നിശ്ചയിച്ചുറപ്പിച്ച് വോട്ടർമാർ എത്തുന്നു എന്ന് പറയുമ്പോൾ ആ പ്രചരണത്തിന്റെ ചൂട് വോട്ടർമാരിലുണ്ട് എന്നർത്ഥം അല്ലേ അലമീൻ? അത് വരവൂരിൽ മാത്രമല്ല അരുൺകുമാർ, ചേലക്കരയിൽ നമ്മൾ രാവിലെ മുതൽ എല്ലായിടങ്ങളിലും കണ്ടൊരു കാഴ്ച അത് തന്നെയാണ്. ഈ പ്രചരണത്തിന്റെ 1 മാസം കാടിളക്കി അടിത്തറ ഇളക്കിക്കൊണ്ട് അടിത്തട്ട് ഇളക്കിക്കൊണ്ടുള്ള പ്രചരണമാണ് മുന്നണികൾ മുഴുവൻ നടത്തിയത്. അതിന്റെ ചൂടും ചൂരും ആവാഹിച്ച് വോട്ടർമാർ ഇപ്പോൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് രാവിലെ മുതലുള്ള കാഴ്ച. ചില പോക്കറ്റുകളിൽ ഇതുപോലെ വലിയ രീതിയിലുള്ള ആൾക്കൂട്ടമുണ്ട്. അത് ഈ വരവൂർ എന്ന് പറയുന്നത് ഇടതു മുന്നണിക്ക് അത്രമേൽ സ്വാധീനമുള്ള മേഖലയാണ്. പഞ്ചായത്ത് ഭരണം വരവൂരിൽ ഇടതു മുന്നണിക്കാണ്. ആ അർത്ഥത്തിലുള്ള സ്വാധീനമുണ്ട്. മറ്റ് പലയിടങ്ങളിലും സമാനമായ രീതിയിൽ വലിയ രീതിയിലുള്ള നീണ്ട ക്യൂത്തോട്ട്. ഇതിന്റെ ഏതാണ്ട് 100 മീറ്റർ അപ്പുറത്ത് മറ്റൊരു സ്കൂളുണ്ട്, തളി ANM UP സ്കൂളാണ്. അവിടെ 3 പോളിംഗ് ബൂത്തുകളാണുള്ളത്. അവിടെ പക്ഷേ ഏതാണ്ട് ഒരു 4-5 മണിയോടുകൂടി തന്നെ അവിടെ ഏതാണ്ട് ഒഴിയുകയും അതിനു മുമ്പ് നമ്മളൊരു 3 മണിക്കൊക്കെ വരുമ്പോൾ വലിയ നീണ്ട നിരയുണ്ടായിരുന്നു 3 ബൂത്തുകളിലുമായിട്ട്. ഒരു 4-5 മണിയോടുകൂടി അവിടെ ആളുകളൊക്കെ വിട്ടൊഴിഞ്ഞ് പോകുന്നൊരു കാഴ്ചയും ഇപ്പോൾ പൂർണ്ണമായും അവിടുത്തെ പൂർത്തിയായിരിക്കുകയാണ് അവിടുത്തെ പ്രവർത്തനങ്ങൾ. പക്ഷേ ഇവിടെയാണ് ഇപ്പോൾ ഈ നിലയിൽ വലിയ ക്യൂ നിൽക്കുന്നത് എന്നുള്ളത് ഏറെ പ്രധാനമാണ്. കഴിഞ്ഞ കുറേ നാളുകളായി ഇവർക്ക് ഇത് തന്നെയാണ് അവസ്ഥ. എപ്പോഴാണ് ചെയ്യാനെത്തിയത്? രാവിലെ എത്തി? എപ്പോഴെത്തിയേ? 4 മണിക്ക് എത്തി. എല്ലാ തവണ ഇത് തന്നെയാണോ? അല്ല, ഇപ്രാവശ്യമാണ് ഇങ്ങനെ ഇത്രയും തിരക്ക് കണ്ടിരിക്കുന്നത്. ഭയങ്കര സ്ലോവാണ്. ക്ഷീണിച്ചോ? നിന്ന് ക്ഷീണിച്ചോ? പറയാനില്ല, ക്ഷീണം തന്നെ. കൂടുതലും സ്ത്രീകളാണ് തോന്നുന്നു നിൽക്കുന്നത്. 4 മണിക്ക് വന്ന ആളുകളുണ്ട്. നേരത്തെ നമ്മൾ കാണുമ്പോൾ ഈ ഗേറ്റ് പൂട്ടുമ്പോൾ ഒരു ഉമ്മ വോട്ട് ചെയ്തിറങ്ങുമായിരുന്നു. 2 മണിക്ക് വന്നതാണെന്ന് പറയുന്നത്. അങ്ങനെ മണിക്കൂറുകളായി കാത്തു നിൽക്കുന്ന ആളുകളാണ് ഇപ്പോഴെങ്കിലും അടങ്ങാനാകുന്നത്. ഇനി ഈ ആളുകളെല്ലാം വോട്ട് രേഖപ്പെടുത്തി പോകുമ്പോൾ ഏതായിരുന്നാലും ഒരു 2 മണിക്കൂർ കഴിയുമെന്നുള്ള കാര്യം, 8 മണി കഴിയും ഇത് പൂർത്തിയാക്കാൻ എന്നുള്ളതാണ് നമ്മൾ അനുമാനിക്കുന്നത്. ആ രീതിയിലുള്ള സാഹചര്യം തന്നെയാണ് ഇപ്പോൾ. ടോക്കൺ ഇപ്പോൾ 2021 നടന്നിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് വലിയ ഒരു പോരാട്ടം തന്നെയായിരുന്നു. ആ പോരാട്ടത്തിൽ 2 ലക്ഷം വോട്ടർമാരാണ് ചേലക്കരയിൽ ആകെ അന്നുണ്ടായിരുന്നത് 2021 ഇപ്രാവശ്യം 10,000 വോട്ടർമാരെ കൂടുതലായിട്ട് ചേർത്തിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 2,10,000 പേര്. കഴിഞ്ഞ തവണ ഏറ്റവും അധികം പോളിംഗ് രേഖപ്പെടുത്തിയ മണ്ഡലങ്ങളിൽ ഒന്നായിരുന്നു ചേലക്കര. 77% അവിടെ. അതെ, അപ്പൊ അത്രയും വലിയ ഒരു വോട്ടർ ടേൺ ഔട്ട് അവിടെ ഉണ്ടായി. ഏതാണ്ട് 1,53,000 ആളുകളാണ് അവിടെ വോട്ട് രേഖപ്പെടുത്തിയത്. അതിൽ 83,000 വോട്ട് പിടിച്ചുകൊണ്ടാണ് രാധാകൃഷ്ണൻ അവിടെ തന്റെ ആധിപത്യം ഉറപ്പിക്കുന്നത്. രാധാകൃഷ്ണൻ 1996 മത്സരിച്ചു തുടങ്ങുന്നതിൽ മുതൽ 2021 വരെയുള്ള കാലഘട്ടത്തിനകത്ത് 28 വർഷത്തിനകത്ത് ഏറ്റവും വലിയ രാധാകൃഷ്ണന്റെ ഭൂരിപക്ഷം വന്നത് 39,000 പല വോട്ടിന്റെ ഭൂരിപക്ഷം വന്നത് ഈ പറയുന്ന 2021 83,000 വോട്ടിന്റെ ഒരു പ്രസക്തി എന്താണെന്നറിയോ സുജയ?
അതിന്റെ നേർ പകുതിയാണ് എതിർ സ്ഥാനാർത്ഥിയായ CC ശ്രീകുമാർ പിടിച്ചത്. അതായത് 54% വോട്ട് നേടിയാണ് ചേലക്കരയിൽ ചെങ്കൊടി പാറിച്ചത് രാധാകൃഷ്ണൻ. അതുകൊണ്ട് 77% കഴിഞ്ഞ പ്രാവശ്യം പോളിംഗ് എത്തിയിരുന്നു. ഇപ്രാവശ്യം തീപാറുന്ന മത്സരമാണ് നടന്നത് എന്ന് തന്നെയാണ് നമ്മൾ വിലയിരുത്തുന്നത്. അങ്ങനെയാണ് എങ്കിൽ 2,10,000 എന്ന് പറയുന്നത് ഒരു 77 നിന്ന് 80% യഥാർത്ഥത്തിൽ എത്തേണ്ട ഒരു തിരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. 5 മണി വരെ ആകുമ്പോൾ നമുക്ക് ലഭ്യമായ വിവരം 70% പോളിംഗ് എത്തിയിട്ടുണ്ട് എന്നാണ്. ഇപ്പൊ നമ്മൾ 1 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ അർത്ഥം വേണമെങ്കിൽ അടുത്തൊരു 1 മണിക്കൂറിനകത്ത് ഈ പറയുന്ന തിരക്കാണ് എങ്കിൽ ഒരു 10% ഒക്കെ വരാം. എല്ലാ ബൂത്തുകളിലും ഈ തിരക്കുകളില്ല. നമ്മൾ കാണുന്നത് ചില ബൂത്തുകളിൽ ഇപ്പോൾ വോട്ടർ ടേൺ ഔട്ട് എനിക്ക് തോന്നുന്നു 75%, 76% എന്ന നിലയിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട് എന്നാണ്. ചുരുങ്ങിയത് അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു പോളിംഗ് സ്ഥലത്തേക്ക് എത്താനുള്ള സാധ്യത അപ്പോഴും കുറവാണ്. 77%ലേക്ക് പോകണം. 7% ഇനിയും ഉണ്ടാവണം. 1 മണിക്കൂറിൽ 7% വോട്ടർ ടേൺ ഔട്ട് ഉണ്ടാവണം. ചേലക്കര മണ്ഡലത്തിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് പോളിംഗ് രാവിലെ വളരെ ശക്തമായിരുന്നു. കാരണം അവിടെ ഈ ദൈനംദിന പോകുന്ന ആളുകൾ സ്വകാര്യ മേഖലകളിൽ പോകുന്നു. പക്ഷെ അവർക്ക് പലർക്കും അവധിയൊന്നുമില്ല. അവര് അല്ലാതെ പണിയെടുക്കുന്നവരാണ്, കൃഷിപ്പണി ചെയ്യുന്നവർ മനുഷ്യരാണ്. അവർക്ക് രാവിലെ വന്ന് വോട്ട് രേഖപ്പെടുത്തി പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് പല ബൂത്തുകളിലും ചേലക്കരയിൽ വലിയ ക്യൂ കാണാത്തത്. എന്നാൽ തളിയിൽ മാത്രമാണ്. അവിടെ 1500-ലധികം വോട്ടർമാർ ഒരു ബൂത്തിലുണ്ട് എന്നുള്ളത് കൊണ്ടും ചെറിയ മുറി ആയതുകൊണ്ടും അവിടെ താരതമ്യേന വേഗം കുറഞ്ഞാണ് പോളിംഗ് രേഖപ്പെടുത്തുന്നത്. വരവൂർ പഞ്ചായത്തിലെ കാര്യം മാത്രമാണ് ഇത്. വരവൂർ പഞ്ചായത്താണ്. അപ്പോൾ ബാക്കിയുള്ള ബൂത്തുകളിലെല്ലാം എനിക്ക് തോന്നുന്നു ശരാശരി 75-നും 77-നും ഇടയ്ക്ക് പോളിംഗ് പെർസെന്റേജ് നിൽക്കാം. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും അത് 2021 തുടർച്ചയാവും ആണ്. അതായത് 2021 77.4%. അത് തന്നെയായിരിക്കും ഇപ്രാവശ്യവും ആവർത്തിക്കെങ്കിൽ ഏതാണ്ട് 1.5 ലക്ഷം വോട്ടേ അവിടെ പോൾ ചെയ്യപ്പെടുന്നുള്ളൂ. അങ്ങനെ 1.5 ലക്ഷം വോട്ടിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം രാധാകൃഷ്ണൻ പിടിച്ച 83,000 വോട്ടിലേക്ക് UR പ്രദീപ് എത്തുമോ? അതോ രാധാകൃഷ്ണൻ മാത്രം സാധ്യമായ ഒരു ടാർഗറ്റ് ആണോ അത്? കഴിഞ്ഞ പ്രാവശ്യം നോക്കൂ, കഴിഞ്ഞ പ്രാവശ്യം അവിടെ പിന്നെ ഷൈജു വെട്ടിക്കാട് അല്ലേ, അദ്ദേഹം ഷാജു വെട്ടിക്കാട് അദ്ദേഹം മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന് 24,000 വോട്ട് ലഭിച്ചിട്ടുണ്ട്. ആ 24,000 വോട്ട് എന്ന് പറയുന്നത് ഒരു വളർച്ച തന്നെയാണ് കാണിച്ചിട്ടുള്ള BJP ആ മണ്ഡലത്തിൽ. അപ്പം BJPയുടെ 24, 83 രാധാകൃഷ്ണൻ വളരെ കേവലമായിട്ടുള്ള ബാക്കി എത്ര വോട്ടാണ് അത് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയിട്ടുള്ളത്? പിന്നെ ശ്രീകുമാറിന് കിട്ടിയിട്ടുള്ളത് 44,000 വോട്ടാണ് അല്ലെ. 44,000 വോട്ടാണ് ശ്രീകുമാറിന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അവിടെ ഒരു എന്താ പറയുക, ഒരു 1 സൈഡഡ് ബാറ്റിലാണ് കഴിഞ്ഞ പ്രാവശ്യം യഥാർത്ഥത്തിൽ നടന്നത്. ഭൂരിപക്ഷവും UDF കിട്ടിയ വോട്ട് തമ്മിൽ 5,000 വോട്ടിന് വ്യത്യാസം. അതാണ്. അപ്പോൾ ആ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ അത്രയും ആധിപത്യമുള്ള ഒരു മണ്ഡലത്തിൽ ഇപ്രാവശ്യം കടുത്ത പോരാട്ടം നടന്നു എന്ന് നമ്മൾ വിലയിരുത്തുന്നു. രമ്യ ഹരിദാസ് ഒരു വലിയ കോൺടെസ്റ്റ് കൊടുത്തിട്ടുണ്ട് നമ്മൾ വിചാരിക്കുന്നു. അവിടെ ഒരു പ്രശ്നമുള്ളത് 2016 നമ്മൾ വോട്ടർ ടേൺ ഔട്ട് നോക്കൂ. 2016 വോട്ടർ ടേൺ ഔട്ട് 79%. എന്താണ് 79% വോട്ടർ ടേൺ ഔട്ട് വരാനുള്ള കാരണം? ഒന്ന്, ഉമ്മൻചാണ്ടി സർക്കാരിൽ LDF-ലേക്ക് ഭരണം കൈമാറാൻ പോകുന്ന സമയം. അപ്പോൾ സ്വാഭാവികമായും ഇടത് വോട്ടർമാരെല്ലാം പോളിംഗ് ബൂത്തിലേക്ക് വരുന്നു. നിശ്ചയിച്ചുറപ്പിച്ച രീതിയിൽ ഒരു വലിയ മാൻഡേറ്റ് പിണറായി സർക്കാരിന് കൊടുക്കുന്നു. മാത്രമല്ല പക്ഷേ 1,200 ഉള്ളൂ. പക്ഷെ നോക്കൂ, കോൺഗ്രസിന്റെ ശക്തമായ ഒരു സ്ഥാനാർത്ഥി ചേലക്കരയിൽ മത്സരിക്കാൻ തുളസി എത്തുമ്പോൾ, മറ്റ് നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായി തുളസി എത്തുമ്പോൾ മത്സരം കടുക്കുന്നു. അവിടെ അരുൺ, അവിടെ കോൺഗ്രസ് മറുപടി പറയേണ്ട ഒരു കാര്യമുണ്ട്. കാരണം എന്താ വെച്ചാൽ കോൺഗ്രസ് KA തുളസിയെ പോലെ അതിശക്തിയായ ഒരു നേതാവ് അവിടെ മത്സരിച്ചപ്പോൾ നല്ല കോൺടെസ്റ്റ് ഉണ്ടായി എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല 2016. പക്ഷേ ആ സമയത്താണ് BJP അതിന്റെ ഏറ്റവും വലിയ വോട്ടിലേക്ക് എത്തിയത് എന്നുള്ളതാണ്. അതായത് 2011 കേവലം 7,000 വോട്ട് മാത്രമുണ്ടായിരുന്ന BJP 3 ഇരട്ടിയും കഴിഞ്ഞു അല്ലെ. 24 അങ്ങനെ ആ വോട്ട് 23,845 വർദ്ധിച്ചു. അപ്പൊ 23,845 വോട്ട് 2011 നിന്ന് 2016 എത്തുമ്പോൾ കേവലം 5 വർഷത്തിനിടയിൽ ഉണ്ടാക്കുന്നു. പക്ഷേ അതിനുശേഷം 2021 വളർച്ച കാണിക്കാത്ത പാർട്ടി കൂടിയാണ് BJP. 23,845 നിന്ന് 24,000 ശേഷം ചെറിയ ഒരു 500 മാറ്റം കാണിച്ചു. ലോക്സഭയിൽ TN സരസു മത്സരിക്കുന്ന സമയത്ത് വീണ്ടും 4,000 വോട്ട് കൂടി കൂട്ടുന്നു. അവിടെ 8,000-ലധികമായി. അതാണ് BJPയുടെ സ്ട്രോങ് കാൻഡിഡേറ്റ് ആയിട്ട് സരസു വന്നപ്പോൾ സരസു അവിടെ ഇമ്പാക്ട് ഉണ്ടാക്കി. ബാലകൃഷ്ണൻ അങ്ങനെ ഇമ്പാക്ട് ഉണ്ടാക്കുമെന്ന് എനിക്ക് സംശയമുണ്ട്. എന്തായാലും അന്ന് BJPയിലേക്ക് പോയ വോട്ടെന്ന് പറയുന്ന ഒരു സംശയവും വേണ്ട, കോൺഗ്രസിൽ നിന്നുള്ള വോട്ടാകട്ടോ. 2016 നമ്മൾ കണ്ടത് പ്രദീപും പിന്നെ തുളസിയും തമ്മിലുള്ള വ്യത്യാസം കേവലം 10,200 വോട്ടിന്റെയാണ്. അന്നാണ് 23,000 വോട്ടിലേക്ക് BJP വലിപ്പം വർദ്ധിപ്പിക്കുന്നത്. അപ്പൊ അവിടെ എങ്ങനെയാണ് BJPയിലേക്ക് എവിടെ നിന്നാണ് വോട്ട് പോയത്? CPM നിന്ന് വോട്ട് പോയില്ല. സ്വാഭാവികമായിട്ടും കോൺഗ്രസിൽ നിന്നുള്ള വോട്ടാണ് അന്ന് വലിയ തോതിൽ BJPയിലേക്ക് പോയത് 2016. അത് മോദി ഭരണത്തിന്റെ തുടർച്ചയിലാണ് കേട്ടോ. 2014 പിന്നെ നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നു. 2 വർഷം കഴിഞ്ഞ് നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. അവിടെ സ്വാഭാവികമായിട്ട് ഒരു മോദി എന്താ പറയാ, ഒരു മോദി ഇഫക്റ്റ് ഉണ്ട്. ആ അർത്ഥത്തിൽ ഒരു വളർച്ച ഉണ്ടായിട്ടുണ്ട്. അത് കോൺഗ്രസിൽ
77-79% പോളിംഗ് പെർസെന്റേജ് എത്തിയില്ലെങ്കിൽ തുളസി കൊടുത്തതുപോലെ ഒരു കണ്ടസ്റ്റ് ഇത്തവണ രമ്യ ഹരിദാസ് കൊടുത്തോ എന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ടാവും. അത് വരും. 77 മുകളിൽ പോയില്ലെങ്കിൽ വരും. 77 കാരണം പരമ്പരാഗതമായി അവിടെയുള്ള വോട്ടർമാർ ഇടതുപക്ഷ വോട്ടർമാർ കൃത്യമായും വോട്ട് ചെയ്യിപ്പിക്കാൻ അവിടുത്തെ സംവിധാനം ശ്രമിക്കുമെന്നുള്ളത് ഉറപ്പാണ്. നമ്മൾ അങ്ങനെയാണല്ലോ പറയാനുള്ളത്. ഏറ്റവും കുറഞ്ഞ ടേൺ ഔട്ട് എന്ന് പറഞ്ഞാൽ അവിടെ ഇടതു വോട്ടുകൾ പെട്ടിയിൽ വീണു എന്നാണ്. സംവിധാനം ഒരുക്കും. അങ്ങനെയാണെങ്കിൽ ചേലക്കരയിൽ രമ്യ ഹരിദാസ് തുളസിക്കൊപ്പമുള്ള ഒരു ഫൈറ്റ് കാഴ്ചവെച്ചിട്ടുണ്ട്. പ്രചരണത്തിൽ അത് കണ്ടു. പക്ഷേ വോട്ടർ ടേൺ ഔട്ട് അവിടെയാണ് സുധീർ വോട്ട് ചോർത്തുന്നോ എന്ന ചോദ്യം കൂടി നിൽക്കുന്നുണ്ട്. ചേലക്കരയിൽ സുധീർ എത്ര വോട്ട് പിടിക്കും? ആ സുധീർ ഉണ്ടാക്കുന്ന സുധീർ യഥാർത്ഥത്തിൽ ഒരു സ്പോയിലർ ആയിരിക്കും. ആരെ അൻവർ ഇപ്പോൾ ഇന്ന് അവകാശപ്പെടുന്നത് 20,000 ആണ്. 10,000 ആണെങ്കിൽ പോലും അതൊരു സ്പോയിലർ എഫക്ട് ഉണ്ട്. മാത്രമല്ല പറഞ്ഞൊരു കാര്യമുണ്ട് കേട്ടോ. ഏറ്റവും അവസാനത്തെ റിപ്പോർട്ട് അനുസരിച്ച് പി വി അൻവർ പറഞ്ഞത് അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിയോട് ജയിക്കുന്നതാണ്. അല്ല നമ്മളവിടെ ചെയ്യുന്ന സമയത്ത് സുധീർ നേരിട്ട് എന്നോട് പറഞ്ഞതും നമ്മളവിടെ കണ്ട കാഴ്ച എന്ന് പറയുന്നത് 10-25 ലോറിയിൽ വലിയ രീതിയിലുള്ള പ്രചരണം നടക്കുന്നു. ഇതൊക്കെ കാണുന്നുണ്ട്. പക്ഷേ നമ്മൾ വോട്ടർമാരോട് ചോദിക്കുമ്പോൾ ഒന്ന് പല വോട്ടർമാർക്കും ഈ സുധീറിന്റെ പേരറിയുന്നില്ല എന്നുള്ളതില്ല. രണ്ടാമത്തെ പ്രശ്നം സുധീറിനെ കുറിച്ച് അങ്ങനെ അഭിപ്രായം അവിടെ ഇല്ല എന്നുള്ളത്. 3 പി വി അൻവറിനെ പോലെ ഉയർത്തിവിട്ട രാഷ്ട്രീയ വിവാദമൊന്നും സാധാരണക്കാരെ മനുഷ്യരുടെ ഇടയിലേക്ക് എത്തിയിട്ടേ ഇല്ല എന്നുള്ളതാണ് ചേലക്കര മണ്ഡലത്തിൽ. അതുകൊണ്ടാണ് ചേലക്കര മണ്ഡലത്തിൽ ഒരു 5,000-നും 6,000 ചേലക്കരയിൽ ഇപ്പോൾ വരുന്നു 71.65 അനൗദ്യോഗികമാണ്. 71.6 അങ്ങനെയാണെങ്കിൽ വളരെ കുറവാണ്. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 21 മിനിറ്റ് ആയിരിക്കുന്നു. 6 മണിക്ക് പോളിംഗ് അവസാനിക്കുമ്പോൾ അനൗദ്യോഗിക കണക്ക് പ്രകാരം 71%. അഥവാ 72% എത്തിയാൽ പോലും കഴിഞ്ഞ തവണത്തേക്കാൾ 5% കുറവാണ് എന്നുള്ളതാണ്. അതാണ് ഇവിടെ വേറെ പ്രശ്നം. നമ്മൾ പി വി അൻവറിന്റെ വിഷയത്തിൽ നിന്ന് മാറേണ്ട കാര്യമില്ല. അപ്പം സുജയ സൂചിപ്പിച്ച പോലെ ഈ സുധീറിന്റെ പ്രശ്നം അവിടെ ഒരു വലിയ പ്രശ്നമാണ്. എങ്ങനെയാണത്? പി വി അൻവർ ആണ് അവിടുത്തെ ഫാക്ടർ, നോട്ട് സുധീർ. അല്ലെ, പി വി അൻവറിന് കേരള രാഷ്ട്രീയത്തിൽ ഒരു സേ വരണമെങ്കിൽ ഈ ചേലക്കരയിൽ ഒരു പെർഫോമൻസ് സുധീർ അൻവർ കാഴ്ചവെച്ചേ പറ്റൂ. അതും LDF-ൽ നിന്ന്. അവിടെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സൈറ്റ് അനുസരിച്ച് 2,13,103 വോട്ടുകളിൽ 1,52,690 ഇതുവരെ പോൾ ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഫൈനൽ ക്യൂവിൽ നിൽക്കുന്നത് കൂടി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ ഒരു 1,000 or 2,000 അത്രയും വ്യത്യാസം. കഴിഞ്ഞ തവണ 1,53,315 വോട്ടുകളാണ് 2021 പോൾ ചെയ്തത്. അല്ല, അപ്പൊ അത്രയും അതിന്റെ കൂടെ അത്രയൊക്കെ വരാൻ സാധ്യത. എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ 38,500 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ 39,400 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ രാധാകൃഷ്ണൻ ജയിച്ചു. അവിടെ ഒരു പ്രശ്നമുള്ളത്, ഇപ്പൊ ഈ സുജയ പറഞ്ഞ കണക്കനുസരിച്ചാണ് 2,13,000 വോട്ടേഴ്സ് ആണല്ലോ. കഴിഞ്ഞ പ്രാവശ്യം 1,98,000 ഉള്ളൂ. അപ്പൊ 2,13,000 അതിന്റെ പെർസെന്റേജ് ഈ പറയുന്ന ഡിക്ലൈൻ ചെയ്തു. ഏകദേശം 15,000 വോട്ടിന്റെ വർധനവ് വന്നിട്ടുണ്ട്. പക്ഷേ ആ 15,000 വോട്ടിലെ വർധനവ് വോട്ടർ ടേൺ ഔട്ടിൽ കാണാൻ വരുന്നില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. 2,13,103 വോട്ടർമാരാണ് ചേലക്കരയിലുള്ളത്. അവിടെ ഇപ്പോൾ 1,53,000 അടുക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അല്ലേ? 1,52,690 ലാസ്റ്റ് നിൽക്കുന്നത്. വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്താൻ എത്തിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ 2021 പോൾ ചെയ്യപ്പെട്ട വോട്ട് പോൾ ചെയ്യപ്പെടും. ആ പോൾ ചെയ്യപ്പെട്ട വോട്ട് അങ്ങനെയാണ് പോൾ ചെയ്യപ്പെടുന്നതെങ്കിൽ ഈ പറയുന്ന 39,400 എന്ന് പറയുന്ന ആ വലിയ ഭൂരിപക്ഷമുണ്ടല്ലോ, ആ ഭൂരിപക്ഷം ഒരു പ്രശ്നമാണ്. അത് വലിയ സൂചനയും. നമുക്ക് അല്ലമീനിലേക്ക് കൂടി ഒന്ന് പോകണമെന്ന് തോന്നുന്നു. തളിയിൽ അല്ലമീനുണ്ട്, വലിയ ക്യൂ തളിയിലുണ്ട്. AK അഭിലാഷ് ഉണ്ട്, ജെയ്സൺ ചാമോളപ്പിലുണ്ട്, സായികുമാർ ഉണ്ട്. നമുക്ക് റിപ്പോർട്ടർമാരിലേക്ക് കൂടി ഒന്ന് പോകാം. എന്താണ് ചേലക്കരയിൽ ഇതുള്ള കാഴ്ച? എനിക്കൊന്ന് വയനാട് ഏകദേശം പോളിംഗ് അവസാനിച്ച മട്ടാണ്. നമുക്ക് AK അഭിലാഷിലേക്ക് ഒന്ന് പോകാം. AK അഭിലാഷ്, ചേലക്കരയിൽ ഇപ്പോൾ AK അഭിലാഷ് നിൽക്കുന്ന ബൂത്തിൽ എന്താണ് അവസ്ഥ? നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ചേലക്കരയിൽ ചുരുക്കം ചില ബൂത്തുകളിൽ ഒഴിച്ച് പോളിംഗ് അവസാനിച്ചു കഴിഞ്ഞു. AK അഭിലാഷ് കേൾക്കാമെങ്കിൽ. AK അഭിലാഷ് നിൽക്കുന്ന പോളിംഗ് ഇതിപ്പോൾ എനിക്കൊരു തളിയിലെ ദൃശ്യമാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ചുരുക്കം ചില ബൂത്തുകളിൽ ഒഴിച്ചു നിർത്തിയാൽ വലിയ പോളിംഗ് ഇപ്പോൾ ചേലക്കരയിലും കാണുന്നില്ല. വയനാട്ടിൽ പോളിംഗ് മന്ദഗതിയിലായിരുന്നു. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് 65% എത്തുമോ എന്നുള്ളതാണ്. ചേലക്കരയോ? അല്ല, വയനാട് തട്ടിമുട്ടിയാണ് 60 കടന്നത്. ഈ അതിമോഹമാണ് 65 എന്നൊക്കെ പറയുന്നത്. അതെ, അല്ലമീൻ നമുക്കൊപ്പം ഉണ്ട്. അല്ലമീൻ, തളിയിൽ കാര്യങ്ങൾ എങ്ങനെ പുരോഗമിക്കുന്നു? അല്ലമീൻ,
അരുൺകുമാർ നേരത്തെ കണ്ട കാഴ്ചയ്ക്ക് ഒരു മാറ്റവുമില്ല. ആ നൂറുകണക്കിന് ആളുകൾ ഇപ്പോഴും അവിടെ തമ്പടിച്ച് തന്നെ നിൽക്കുകയാണ്. ഏതാണ്ട് 133 പേർക്കാണ് ടോക്കൺ നൽകിയത്. പക്ഷേ അതിന് ടോക്കൺ നൽകാതെ പിന്നെ ഒരു 10-20 പേർ ഉണ്ടായിരുന്നു എന്നാണ് പോലീസുകാർ പറഞ്ഞത്. ടോക്കൺ തീർന്നു പോയതുകൊണ്ടാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞത് 150ഓളം ആളുകൾ നിലവിൽ ക്യൂവിലുണ്ടായിരുന്നു. അതിലൊരു 10-20 ആളുകൾ ഇതിനകം വോട്ട് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പോലും 100 ആളുകൾ ഇപ്പോഴും ആ ക്യൂവിൽ തുടരുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ അത് വ്യക്തമാവുകയും ചെയ്യും. ഇപ്പോൾ 6:30 ആയിരിക്കുകയാണ്. ഇനിയും ഏതാണ്ട് 9 മണിവരെയെങ്കിലും ഇത് നീണ്ടു പോകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ, പ്രായമായ ആളുകൾ ഉൾപ്പെടെ നിരവധി പേരുണ്ട്. അവരൊക്കെ മണിക്കൂറുകളായി ഇവിടെ കാത്തു നിൽക്കുകയാണ്. പലരുടെയും മുഖത്ത് അതിന്റെ ക്ഷീണം പ്രകടവുമാണ്. സ്ത്രീകളായിട്ടുള്ള ആളുകളുടെയൊക്കെ മുഖത്തൊക്കെ അതിന്റെ ക്ഷീണം പ്രകടമാണ്. ഒരുപാട് നേരമായി കാത്തു നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. എപ്പോഴാ വന്നേ? കുറെ നേരമായി. ക്ഷീണിച്ചോ? മുഖമൊക്കെ കറങ്ങി തുടങ്ങി? പിന്നെ കുറെ നേരമായില്ലേ നിൽക്കണം. കുഴപ്പമൊന്നുമില്ല. ഇല്ല, ക്ഷീണുണ്ട്. അരുൺ, അവരുടെ മുഖങ്ങളിലും അവരുടെ കണ്ണുകളിലൊക്കെ നോക്കുമ്പോൾ കാണാം. കാരണം നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ കാണാൻ പറ്റും. അവർ ഒരുപാട് നേരം ഇങ്ങനെ താടിയിൽ കൈകൊടുത്തും ചുവരിൽ ചാരിയും വെള്ളം കുടിച്ചുമൊക്കെ കാത്തുനിന്ന ആളുകളാണ്. പലരും വെയിൽ കൊണ്ട് നിന്ന ആളുകൾ ഒരുപാട് പേരുണ്ട്. അങ്ങനെ സ്ത്രീകൾ ഉൾപ്പെടെ, പ്രായമായ ആളുകൾ ഉൾപ്പെടെ നിരവധി പേരാണ് ഇപ്പോഴും ഈ ക്യൂവിൽ തുടരുന്നത്. ഒന്നും ചെയ്യാനില്ല. അവർക്കെല്ലാം ടോക്കൺ നൽകിയിട്ടുണ്ട്. അവർക്ക് വോട്ട് രേഖപ്പെടുത്തി മടങ്ങാം. പക്ഷെ അപ്പോഴും നമ്മൾ കാണേണ്ടത് അരുൺകുമാർ, ഇത്രയും ആളുകൾ ഈ കണ്ട മണിക്കൂർ അത്രയും കാത്തു നിന്നിട്ടും വോട്ട് ചെയ്യാനില്ല, ഇനി ഞങ്ങൾ മടങ്ങുന്നു എന്നൊരു നിലപാട് സ്വീകരിച്ചില്ല എന്നുള്ളത് പ്രധാനമാണ്. കാരണം അവർ സാധാരണ ആളുകളാണ്. ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ വയനാട്, ചേലക്കരയെ സംബന്ധിച്ചിടത്തോളം പാലക്കാടൊക്കെ വലിയ വിവാദങ്ങൾ കൊടുമ്പിരി കൊള്ളുമ്പോഴും അത്തരം വിവാദങ്ങളൊന്നും ചേലക്കരയിൽ ആ അർത്ഥത്തിൽ വന്നിരുന്നില്ല. പ്രാദേശികമായിട്ടുള്ള വിഷയങ്ങളും വികസന പ്രശ്നങ്ങളും ഒക്കെ അതിൽ ഫോക്കസ് ചെയ്തുള്ള ചർച്ചകൾ തന്നെയാണ് പ്രധാനമായും മുന്നോട്ട് പോയിരുന്നത്. പക്ഷേ എന്നാൽ പോലും മുന്നണികൾ കാടിളക്കിയുള്ള പ്രചരണം നടത്തി. ആ പ്രചരണം വോട്ടർമാരിലേക്ക് എത്തിക്കാൻ, ആ പ്രചരണത്തിന്റെ വീറും വാശിയും വോട്ടർമാരിലേക്ക് എത്തിക്കാനായി എന്നുള്ളത് വ്യക്തമാണ്. ഏതായാലും അതിന്റെ ചൂടും ചൂരും ആവാഹിച്ച് വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് വരികയും ചെയ്തിട്ടുണ്ട്. രാവിലെ മുതൽ നമ്മൾ വലിയ രീതിയിലുള്ള ആ ഒരു പോളിംഗ് പെർസെൻറ്റേജ് ഒക്കെ നോക്കുമ്പോഴും പോളിംഗ് ബൂത്തിലെ തിരക്കും ആളുകളുടെ പങ്കാളിത്തമൊക്കെ കാണുമ്പോഴുമൊക്കെ അത് വ്യക്തമായിരുന്നു. പക്ഷേ ഈ ബൂത്തിന്റെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ അസൗകര്യങ്ങളുടെ നടുവിലാണ് ഇത്രയും പേർ വോട്ട് രേഖപ്പെടുത്തേണ്ടത് എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ ഈ മണിക്കൂറിലും അവസാന മണിക്കൂറിലും ഇത്രയും ക്യൂ തുടരുന്നത്. അത് ഇന്നത്തെ മാത്രം കാഴ്ചയല്ല. ഇവരെല്ലാവരും പറയുന്നത് തെരഞ്ഞെടുപ്പ് കാലങ്ങളിൽ പതിവ് കാഴ്ച. കഴിഞ്ഞ ലോക്സഭ ഏറ്റവും ഒടുവിൽ ഒരു ഒഫീഷ്യൽ കണക്കെത്തുന്നുണ്ട് അല്ലേ? 71.65% അല്ലേ ഇവിടെ ചേലക്കരയിൽ ഔദ്യോഗികമായി ലഭിച്ചിരിക്കുന്ന, അന്തിമമല്ല. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 19 മിനിറ്റ് ആകുമ്പോൾ ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ നിന്ന് ലഭിക്കുന്ന ഡാറ്റ അനുസരിച്ച് 71.65%. കഴിഞ്ഞ തവണ പോൾ ചെയ്തത് 77.43%. 6% അല്ലേ? ഓൾമോസ്റ്റ് 6% വ്യത്യാസമുണ്ട്. അങ്ങനെയാണെങ്കിൽ അതൊന്നും അത്രയും പെട്ടെന്ന് റെക്ടിഫൈ ചെയ്തില്ല. അത്രയും വലിയ ഗ്യാപ്പ് ഒന്നും വരില്ല. അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ ഒരു 73-74. പക്ഷേ നോക്കൂ, വളരെ ചുരുക്കം ചില ബൂത്തുകളിൽ മാത്രമാണ്. നമ്മളിപ്പോൾ പറഞ്ഞ തളി അല്ലാതെ 78ാമത്തെ ബൂത്ത് AUP സ്കൂൾ തോന്നൂർക്കര, 113ാമത്തെ ബൂത്ത് GUP കുത്താമ്പുള്ളി, 118ാമത്തെ ബൂത്ത് തിരുവില്ലാമല 7th ഡേ. ഈ 4 ബൂത്തിലെ ഇനി ആളുകളുള്ളൂ. അതെ, അതൊരു 400 ആണെന്ന് കൂട്ടി. അതെ, 400 പേർ കൂടിയാൽ പോലും 1% താഴെ മാത്രം, ഒരു 0.5% വ്യത്യാസം. 72%, 73%-73% ചേലക്കരയിലെ കണക്ക് നിൽക്കും. അത് കഴിഞ്ഞ തവണത്തേക്കാൾ 5% കുറവാണ്. രമ്യ ഹരിദാസ് കടുത്ത പോരാട്ടം നടത്തിയ മണ്ഡലമാണ്. പക്ഷേ തുളസി മത്സരിച്ച് 2016 അപേക്ഷിച്ച് പോളിംഗ് പെർസെന്റേജ് വളരെ കുറഞ്ഞു നിൽക്കുന്നു. അന്ന് 79% കഴിഞ്ഞ തവണ 77%. 77% രാധാകൃഷ്ണൻ 39,400 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ചേലക്കരയിൽ നിന്ന് നിയമസഭയിലേക്ക് എത്തിയതാണ്. യു പ്രദീപും തുളസിയും തമ്മിൽ ഏറ്റുമുട്ടിയ പോളിംഗ് പെർസെന്റേജിൽ നിന്നും 8%, 7% കുറവാണ് ഇപ്പോഴുള്ളത് എന്നാണ് പറയുന്നത്. ഈ വയനാടും ഇതുപോലെ തന്നെ പ്രശ്നമാണ്. കാരണം വയനാട് നമ്മളിപ്പോൾ നോക്കൂ, കഴിഞ്ഞ പ്രാവശ്യം 10 ലക്ഷത്തിലേറെ പേര് വോട്ട് ചെയ്തു. ഏതാണ്ട് 11 ലക്ഷത്തിനടുത്ത് വോട്ട് ചെയ്തു. 73% എങ്ങാണ്ടാണ് പോളിംഗ് ആകെ 73.47. അതെ, അത്ര 73 ആണ്. ഇപ്പൊ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ചാണെങ്കിൽ ഒരു 65% വന്ന് നിൽക്കാം. അതെ, അങ്ങനെയാണെങ്കിൽ എത്ര പേരാ വോട്ട് ചെയ്തിട്ടുണ്ടാവുക? ഒരു 9 ലക്ഷം പേരെ വോട്ട് ചെയ്തിട്ടുണ്ടാവും. 14 ലക്ഷം അല്ലേ ആകെ വോട്ട്? അതെ, 9.5 ലക്ഷത്തോളം. 9.5 ലക്ഷത്തോളം വന്നാൽ ഈ പറയുന്ന 6 ലക്ഷം പിന്നെ അല്ലെങ്കിൽ 5.5 ലക്ഷം എന്നൊക്കെ പറയുന്ന നമ്മുടെ മെജോറിറ്റി ഉണ്ടല്ലോ, ഭൂരിപക്ഷം ഉണ്ടല്ലോ, ഇമ്പോസിബിൾ ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സത്യൻ മൊകേരി അവിടെ മത്സരിക്കുന്ന സമയത്ത്, ഷാനവാസുമായി മത്സരിക്കുന്ന 2014 ഏകദേശം 3.5 ലക്ഷത്തിലധികം വോട്ട് സത്യൻ മൊകേരി പിടിച്ചിട്ടുണ്ട്. അവിടെ 3 ലക്ഷം പിടിച്ചിട്ടുണ്ട്. പക്ഷേ CP-യുടെ അടിസ്ഥാന വോട്ടെന്ന് പറയുന്നത് കഴിഞ്ഞ തവണ അനിരാജ മത്സരിച്ചപ്പോൾ കിട്ടിയ 2,85,000. അതെ, അല്ലെങ്കിൽ PP സുനീർ മത്സരിച്ച് 2.25 അപ്പോൾ 2,75,000 വോട്ട് CP-ക്ക് ഇടതുപക്ഷത്തിന് അവിടെ അഷ്യൂർഡ് വോട്ടാണ്. അത് അവരുടെ ഷുവർ ബെറ്റാണ്. അപ്പോൾ ആ 2,75,000 മാറ്റിവെച്ചാൽ 9,75,000 നിന്ന് ബാക്കി അവശേഷിക്കുന്നത് 7 ലക്ഷമാണ്. ആ 7 ലക്ഷത്തിൽ നിന്ന് പിടിച്ചത് 1.5. ഇത്തവണ 1 ലക്ഷം പിടിക്കുന്നു, അല്ലെങ്കിൽ 1.25 പിടിക്കുന്നു
എന്ന് കൂട്ടും. അല്ല, കഴിഞ്ഞ പ്രാവശ്യം 1.25 ഉള്ളൂ. ആ, 1.40 മറ്റുമാണ്. 1.40. അപ്പൊ 1.25 കൂട്ടും. അങ്ങനെ 7-ൽ നിന്ന് 1.25 കുറച്ചാൽ ബാക്കി വരുന്നത് എത്രയാണ്? 5,45,000 അതിൽ ബാക്കിയുള്ള സ്ഥാനാർത്ഥികളുടെ നോട്ട് എല്ലാം കൂടെ കഴിഞ്ഞ 5.5 ലക്ഷം വോട്ടാണ് മൊത്തം കിട്ടാൻ പോകുന്നതെന്ന് കരുതുക. 5.5 ലക്ഷമാണ് പ്രിയങ്കയ്ക്ക് കിട്ടുന്നതെങ്കിൽ 2.25 ലക്ഷം സത്യൻ മുഖേരി പിടിക്കുകയാണെങ്കിൽ 2,70,000 വോട്ടിന്റെ ഭൂരിപക്ഷമേ ഉണ്ടാവൂ. അത് ഇതുവരെ രാഹുൽ ഗാന്ധിക്ക് കിട്ടിയതിലും രാഹുൽ ഗാന്ധി ഫീൽഡ് ചെയ്തതിനു ശേഷം കിട്ടിയതിൽ വെച്ച് ഏറ്റവും കുറവ് ഭൂരിപക്ഷമായിരിക്കും. കാര്യം ആദ്യം കിട്ടിയത് 4,30,000, അതിനുശേഷം കിട്ടിയത് 3,64,000. പ്രിയങ്ക ഗാന്ധിക്ക് അങ്ങനെയാണെങ്കിൽ 3 ലക്ഷത്തിൽ താഴെ ഭൂരിപക്ഷം. അത് കോൺഗ്രസിനെ സംബന്ധിച്ച് ക്ഷീണമാണ്. പ്രിയങ്ക തരംഗം അവിടെ ഉണ്ടായിട്ടില്ലെന്ന് പറയേണ്ടി വരും. അതായത് ആളുകളെ പോളിംഗ് ബൂത്തിൽ എത്തിക്കാൻ കഴിയും വിധം പ്രിയങ്ക അവിടെ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടില്ല. പ്രിയങ്ക ഇമ്പാക്ട് ഉണ്ടാക്കിയോ ഇല്ലയോ എന്നുള്ളതല്ല, ഇലക്ഷൻ മാനേജ്മെന്റ് പാളിയതിന്റെ ഉത്തരവാദിത്തം ആർക്കാണ്? ലീഗിനോ കോൺഗ്രസിനോ? 65% നിപതിക്കുകയാണെങ്കിൽ, താഴെ വീഴുകയാണെങ്കിൽ ഈ പറയുന്ന 3 ലക്ഷത്തിനകത്തായിരിക്കും ഭൂരിപക്ഷം. വളരെ ഉറപ്പിച്ചു പറയാൻ പറ്റും. പക്ഷേ നോക്കൂ, ഏറനാട് മണ്ഡലത്തിലടക്കം വലിയ പോളിംഗ് നടന്നിട്ടുണ്ട്. മുബഷീർ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്തു. ലീഗിന്റെ കോട്ടകളിലെല്ലാം ശക്തമായ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട്. അല്ല, അവിടെ ലീഗിന്റെ ആളുകളെ എത്തിച്ച് വോട്ട് ചെയ്യിക്കും എന്നുള്ള കാര്യത്തിനകത്ത് ഒരു സംശയം വേണ്ട. ലീഗിന് ആ രീതിയുണ്ട്. അതിപ്പം കോൺഗ്രസിന് ഇല്ലാത്ത ചില കാര്യങ്ങൾ ലീഗിനുണ്ട്. ലീഗിനൊരു ഏറെക്കുറെ ഒരു കേഡർ സ്വഭാവമുണ്ട്. പിന്നെ അതൊരു കമ്മ്യൂണിറ്റി വോട്ടാണ്. അത് എൻ ബ്ലോക്കായിട്ട് പിന്നെ കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന മണ്ഡലമാണ് വയനാട് എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ട് ലീഗിന്റെ വോട്ട് അവിടെ പോൾ ചെയ്യപ്പെടും. എന്നാൽ കോൺഗ്രസിന്റെ വോട്ട് ബൂത്തുകൾ ഇപ്പോൾ വയനാട്ടിൽ നിന്നുള്ള ഈ നിയമസഭാ മണ്ഡലങ്ങൾ തിരിച്ചുള്ള കണക്ക് വന്നിട്ടുണ്ട്. ഏറ്റവും ഒടുവിലത്തേതനുസരിച്ച് മാനന്തവാടിയിൽ ഇപ്പോൾ 63.48 ഏറ്റവും ഒടുവിലത്തെ പോളിംഗ് പെർസെന്റേജ്. അവിടെ ആകെയുള്ളത് അല്ലെങ്കിൽ ആകെ വോട്ടർമാർ എന്ന് പറയുന്നത് 2,02,930 അതിൽ 1,28,826 ഇതുവരെ പോൾ ചെയ്തത്. അപ്പോൾ മാനന്തവാടിയിൽ പോളിംഗ് താരതമ്യേന കുറവാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഏറ്റവും ഉയർന്ന പോളിംഗ് ഇപ്പോൾ ഈ നിയമസഭാ മണ്ഡലങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഡോക്ടർ അരുൺ പറഞ്ഞതുപോലെ ഏറനാടാണ്. ഏറനാട് 68.97. അതേസമയം നിലമ്പൂരിൽ 61.46 വലിയ എഫക്ട് ഉണ്ടാക്കിയിട്ടില്ലെന്ന് പറയേണ്ടി വരും. അതെ. വണ്ടൂരിൽ 64 ഉണ്ട്. കുറവ് ഇവിടെയാണ്, നിലമ്പൂരാണ്. അത് കഴിഞ്ഞ് സുൽത്താൻ ബത്തേരിയാണ്. തിരുവമ്പാടിയിൽ 66%, ഏറനാട് 68%, നിലമ്പൂരിൽ 61%. തിരുവമ്പാടിയും ഏറനാടും, തിരുവമ്പാടിയിൽ കോൺഗ്രസിനും ലീഗിനും സമാസമം ശക്തിയുള്ള മണ്ഡലമാണ്. എന്നാൽ ഏറനാട് ലീഗിന് വലിയ പ്രാധാന്യമുള്ള വലിയ കുത്തക മണ്ഡലമാണ്. ആ ഏറനാട് മണ്ഡലത്തിലാണ് 69% പോളിംഗ് പെർസെന്റേജ് കടന്നിരിക്കുന്നത്. അപ്പോൾ ലീഗ് തങ്ങളുടെ വോട്ടുകളെല്ലാം പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടി പെട്ടിയിലാക്കിയിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസിന് കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്തവരുടെ അത്രയും വോട്ട് പോളിംഗ് ബൂത്തിൽ എത്തിക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് ഈ കണക്കുകൾ പറയുന്നത്. സുൽത്താൻ ബത്തേരിയിലൊക്കെ മറുപടി പറയേണ്ടി വരും. 62 ഉള്ളൂ. രാഹുൽ ഗാന്ധി ആദ്യമായിട്ട് മത്സരിച്ച 2019 രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്യാനായിട്ട് ഇറങ്ങി പോകുന്ന ഒരു ജനമുണ്ട്. 80% വരുന്നു. രണ്ടാമത് 2021 വരുമ്പോൾ, ക്ഷമിക്കണം, 2024 വരുമ്പോൾ അത്രയും ആവേശം ആളുകൾ കാണിക്കുന്നില്ല എന്ന് കാണാം. സ്വാഭാവികമാണ്. ഇപ്രാവശ്യം രാഹുൽ ഗാന്ധി ഒരു പ്രാവശ്യം വോട്ട് ചെയ്തതാണല്ലോ. രണ്ടാമത്തെ ഒരു തവണ ആ ആവേശം ഉണ്ടായിരുന്നില്ല. പക്ഷേ പ്രിയങ്ക ഗാന്ധി ആദ്യമായി മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പ്. പ്രിയങ്കയ്ക്ക് നമ്മൾ പറയുന്നത് കേരളത്തിൽ വലിയൊരു സ്വാധീനമുണ്ടെന്നാണ്. പ്രിയങ്ക വളരെ അപ്പീലിംഗ് ആണ്. അതുകൊണ്ട് തന്നെ പ്രിയങ്കയോട് ഒരു പ്രത്യേക സ്നേഹമുണ്ട്. ഇന്ദിരാഗാന്ധിയുടെ മുഖഛായ, ഇങ്ങനെയുള്ള പല ഘടകങ്ങൾ അവിടെ പ്രവർത്തിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്ന മണ്ഡലത്തിലെ ജനങ്ങൾക്ക് പ്രിയങ്ക ഗാന്ധിയോട് അത്ര താല്പര്യം ബാലകൃഷ്ണൻ, എനിക്ക് തോന്നുന്നു ഈ മണ്ഡലത്തിൽ നമ്മൾ സഞ്ചരിക്കുന്ന സമയത്ത് സാധാരണ വോട്ടർമാരുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് വേണ്ടായിരുന്നു എന്നാണ്. ഒന്ന്, ഒരു വലിയ ദുരന്തം കഴിഞ്ഞ് നിൽക്കുന്ന ഒരു ജനതയുടെ മുന്നിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിക്കുകയായിരുന്നു എന്ന്. ഇന്ന് ഇപ്പോൾ നവ്യയുടെ ഒരു കമന്റ്, ഇന്ന് രാവിലത്തെ നമ്മൾ സ്ഥാനാർത്ഥികളുടെ റിയാക്ഷൻ എടുക്കുമ്പോൾ നവ്യ ഹരിദാസ് പറയുകയായിരുന്നു, ഇവിടെയുള്ള മനുഷ്യർ വോട്ട് ചെയ്യാൻ അവരുടെ മനസ്സ് പാകമായിട്ട്. കാരണം അറിയോ, കുടുംബത്തുള്ള പലരും നഷ്ടപ്പെട്ട മനുഷ്യർ ഈ പോളിംഗ് ബൂത്തിലേക്ക് പോയി വോട്ട് ചെയ്യും നമ്മൾ വിചാരിക്കരുത്. ഒരാളുടെ ബൈറ്റ് നമ്മൾ കണ്ടു, അവരുടെ കുടുംബത്തിലെ 12 പേരെ ഈ ഉരുൾപൊട്ടലിൽ നഷ്ടപ്പെട്ടതാണ്. അപ്പൊ നോക്കൂ, അതുകൊണ്ട് തന്നെ വയനാട്ടിൽ ഈ ഉപതെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിച്ചതാണ് എന്ന വികാരം സാധാരണ ജനങ്ങൾക്കുണ്ടായിരുന്നു. മാത്രമല്ല, ഇത് വീക്കെൻഡ് അല്ലല്ലോ, ഇത് ബുധനാഴ്ചയാണ്. അപ്പോൾ പലരും അവധി ദിവസങ്ങളിൽ മറ്റ് സ്ഥലങ്ങളിൽ പോയി പണിയെടുക്കുന്നവരാരും തിരിച്ച് വോട്ട് ചെയ്യാൻ വേണ്ടി അത്രയും റിസ്ക് എടുത്ത് വന്ന് ചെയ്തിട്ടില്ല. അതായത് രാഹുൽ ഗാന്ധിക്ക് 2019 രാഹുൽ ഗാന്ധിക്ക് വേണ്ടി വോട്ട് ചെയ്യാനായി പലയിടങ്ങളിൽ നിന്നും പോളിംഗ് ബൂത്തിലേക്ക് എത്തിയ മനുഷ്യർ ഇത്തവണ പ്രിയങ്ക ഗാന്ധിക്ക് വോട്ട് ചെയ്യാനായി എത്തുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. 2019 രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രി. അപ്പൊ പ്രധാനമന്ത്രിക്ക് വോട്ട് ചെയ്യാനാണ് ഈ പറയുന്ന എല്ലാ ആളുകളും അവിടെ ഫ്ലൈറ്റ്
തരംഗമാണ്. ഭയങ്കരമായിട്ട് അതെ. ഇത്തവണ പ്രിയങ്ക തരംഗമാടിസ്ഥാനത്തിലില്ല. മാത്രമല്ല രാഹുൽ ഗാന്ധി ആ മണ്ഡലത്തെ ഉപേക്ഷിച്ചു പോകുന്നു എന്ന് പറയുന്ന ഒരു വികാരം അവിടെ ഉണ്ടായിരുന്നു. അതെല്ലാം പ്രിയങ്ക ഗാന്ധിക്കും കോൺഗ്രസിനും എതിരായി എന്ന് വേണം കണക്കാക്കാൻ. പ്രിയങ്ക ഗാന്ധി അതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാകണം. കാരണം ഇന്ന് പോളിംഗ് ഡേയിൽ അടക്കം അവരവിടെ പ്രസന്റ് ആണ്. കറക്റ്റ്. അപ്പൊ 3 ലക്ഷത്തിൽ താഴെ 3 ലക്ഷത്തോളം ഭൂരിപക്ഷമായിരിക്കും പ്രിയങ്ക ഗാന്ധിക്ക് അങ്ങനെയാണെങ്കിൽ അവിടെ ലഭിക്കാൻ സാധ്യതയുള്ളത്. ചേലക്കര അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ചേലക്കരയിൽ ഇതുവരെ 629 വരെയുള്ള കണക്കനുസരിച്ച് 72.22. ഇനി 1% കൂടി വേണമെങ്കിൽ ഒരു സിംഗ് മുമ്പോട്ടുണ്ടാവാം. 73.5 74 താഴെയാണ്. 74 താഴെയാണ്. അങ്ങനെ വന്നാലും കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് 3.5% കുറവാണ്. അതായത് വലിയ തീവാറുന്ന പോരാട്ടം എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന അല്ല, ആ രീതിയിൽ തന്നെയാണ് അവിടെ പോരാട്ടം നടന്നതെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അപ്പോഴും 4% കുറവ് 3% കുറവ് പോളിംഗിൽ വരുന്നു എന്ന് പറഞ്ഞാൽ അത് രമ്യ ഹരിദാസിനെയാണ് ബാധിക്കാൻ. ആരുടെ വോട്ടാണ് പോൾ ചെയ്യപ്പെടാതിരുന്നത് എന്നുള്ളത് ഒരു ഫാക്ടറായിട്ട് വരും, ഉറപ്പായിട്ടും വരും. നമ്മൾ ഈ പ്രതികരണങ്ങളൊക്കെ കാണുമ്പോൾ ആ മണ്ഡലത്തിന്റെ ഇടതു സ്വഭാവം വളരെ വ്യക്തമാണ്. ആ ഇടതു കോട്ടയെ 28 വർഷത്തിന് ശേഷം പൊളിക്കാൻ കോൺഗ്രസിന് കഴിയുമോ എന്നതാണ് ചോദ്യം. കെ ബാലകൃഷ്ണൻ ആ മണ്ഡലം UDFന്റെ കുത്തകയായിട്ട് നടന്നിരുന്ന മണ്ഡലമാണ്. അതെ, ആ കെ ബാലകൃഷ്ണൻ ഉണ്ടായിരുന്ന ഒരു ജനസമിതി മന്ത്രിയുമായിരുന്നു. അവിടെ മന്ത്രിയുമായിരുന്നു. അപ്പോൾ ആ കെ ബാലകൃഷ്ണനുള്ള ഒരു രാഷ്ട്രീയ സ്വാധീനമോ രാഷ്ട്രീയ ഒരു അടുപ്പമോ ആ മണ്ഡലവുമായിട്ട് രമ്യ ഹരിദാസിന് ഇല്ല എന്നുള്ളത് വാസ്തവമാണ്. മാത്രമല്ല MP എന്ന നിലയിൽ രമ്യ ഹരിദാസ് ആ മണ്ഡലത്തെ കാര്യമായി പരിപാലിച്ചിട്ടുമില്ല. കാര്യം രമ്യ ഹരിദാസ് അങ്ങനെ വിചാരിക്കുന്നില്ല ചേലക്കര മണ്ഡലത്തിൽ താൻ നിയമസഭാ സ്ഥാനാർത്ഥിയായി വരും എന്നൊരു സാഹചര്യം രമ്യ ഹരിദാസ് സ്വപ്നം പോലും കണ്ടിട്ടുണ്ടാവില്ല. എന്നാൽ അതേസമയം പ്രദീപ നാട്ടുകാരനാണ്. ദേശമംഗലത്തെ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റും പ്രസിഡന്റുമായിരുന്നയാളാണ്. ഒരു പ്രാവശ്യം ജയിച്ചയാളാണ്. ആ മണ്ഡലത്തിൽ അദ്ദേഹം സുപരിചിതനാണ്. കഴിഞ്ഞ തവണ രാധാകൃഷ്ണൻ ഏറ്റവും കുറച്ച് ഭൂരിപക്ഷം കൊടുത്ത് ദേശമംഗലമാണെങ്കിലും ഇത്തവണ നല്ല പോളിംഗ് ദേശമംഗലത്തും ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. വേണമെങ്കിൽ പട്ടികജാതി വർഗത്തിൽ നിന്നുള്ള ഒരാളെന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് മന്ത്രിയാകാനുള്ള സാധ്യതയുമുണ്ട് കേട്ടോ. കളയാൻ പറ്റില്ല, അത്തരം സാധ്യതകളുണ്ട്. അതൊക്കെ അവസാന ഘട്ടത്തിൽ എനിക്ക് തോന്നുന്നത് കോൺഗ്രസിന് ഒരു സ്ട്രാറ്റജിക്കലായ പിഴവ് ലാസ്റ്റ് മിനിറ്റിൽ സംഭവിച്ചു അവിടെ. അതായത് ഈ പട്ടികജാതി വിഭാഗത്തിൽ നിന്നൊരു മന്ത്രി ഇല്ല എന്ന് പറഞ്ഞ ഒരു പ്രചരണം എനിക്ക് തോന്നുന്നു മാത്യു കൊള്ളനാടനാണ് അത് ഏറ്റെടുത്തു. അപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ വളരെ പെട്ടെന്ന് അവിടെ ഒരു ചർച്ച വരികയും ഇനി പ്രദീപ് വിജയിച്ചാൽ വേണമെങ്കിൽ ഒരു മന്ത്രിയാകാം എന്നുള്ള സാധ്യത അവസാനം അവിടെ നിൽക്കുന്നുണ്ട് എന്നൊരു തോന്നൽ വരുന്നുണ്ട്. കാരണം OR കുളുവിനെ മാറ്റി വേണമെങ്കിൽ കെ ഒരുമിച്ച് നിർത്തുകയും ചെയ്യാം. കാരണം ചില AP അനിൽകുമാറും ജയലക്ഷ്മിയും അങ്ങനെ ഉണ്ടായിരുന്നല്ലോ. പക്ഷേ അന്ന് വനിതാ മന്ത്രിമാരില്ലാത്ത സാഹചര്യത്തിലായിരുന്നു. അപ്പോൾ നോക്കൂ, നമുക്കൊരു ചെറിയ ഇടവേള വേണം. ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 36 മിനിറ്റ്. വയനാട്ടിലും ചേലക്കരയിലും കഴിഞ്ഞ തവണത്തെ പോളിംഗ് പെർസെന്റേജിനോട് അത്ര എത്തുന്നില്ല ഇത്തവണത്തെ പോളിംഗ് ശതമാനം എന്നുള്ളതാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. വയനാട്ടിലേത് പ്രിയങ്ക ഗാന്ധിക്ക് ഭൂരിപക്ഷം കുറയ്ക്കുന്നതിനും ചേലക്കരയിലേത് രമ്യ ഹരിദാസിനെതിരായും മാറുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. പോളിംഗ് ശതമാനം ചേലക്കരയിൽ ചുരുങ്ങിയതൊരു 3-4% കുറവുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന കണക്ക് പ്രകാരവും 72% മാത്രമാണ് എത്തുന്നത്. കഴിഞ്ഞ തവണ 77.40% ചേലക്കരയിലെ പോളിംഗ് എന്നത് പ്രേക്ഷകർ ഓർമ്മിക്കണം. അങ്ങനെയാണെങ്കിൽ ഒരു 4-5% ഇടിവുണ്ടാവാൻ പോകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ബൈപോൾ ബാറ്റിൽ തുടരുകയാണ്. ചേലക്കരയിൽ 72.22% ഇതുവരെ ലഭിച്ചതിൽ വെച്ച് ഉള്ള പോളിംഗ് ശതമാനത്തിന്റെ കണക്ക്. ഏറ്റവും ഒടുവിൽ 6 മണി കഴിഞ്ഞ് 37 മിനിറ്റിന് IRD നൽകുന്ന കണക്ക് പ്രകാരം 72.29% മാത്രമാണ്. വയനാട്ടിൽ 65% എത്തുന്നു എന്ന് മാത്രമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 64.67%. എന്നാൽ ചേലക്കരയിൽ 73% എത്തുന്നില്ല. 72.29% പല ബൂത്തുകളിലും ഇപ്പോൾ വോട്ടർമാരില്ല. വോട്ടെടുപ്പ് അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. 6 മണിക്ക് മുമ്പ് തന്നെ പല ബൂത്തുകളും കാലിയാണ്. വയനാട്ടിൽ ഒരിടത്ത് പോലും 6 മണിക്ക് ശേഷം ക്യൂ നിന്ന് വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്താൻ എത്തിയില്ല. 6 മണിക്ക് മുമ്പ് തന്നെ പല ബൂത്തുകളും അടച്ചിരിക്കുന്നൊരവസ്ഥയും ഉണ്ടായി. നമുക്ക് നോക്കാം ഓരോ ബൂത്തുകളിൽ നിന്നുള്ള ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങളുമായി പ്രതിനിധികളുണ്ട്. ചേലക്കരയിൽ നിന്നും അല്ലമീൻ, AK അഭിലാഷ്, ജെയ്സൺ ചാവവളപ്പിൽ, സായ്കുമാർ എന്നിവർ ചേരും. വയനാട്ടിൽ നിന്നും നമുക്കൊപ്പം അലി അക്ബർ ഷായും ദീപക് മോഹനും മുബഷിർ P അക്ബറുമുണ്ട്. ആദ്യം ചേലക്കരയിലേക്ക് പോകുന്നു. ചേലക്കരയിൽ ഇപ്പോൾ 1-2 ബൂത്തുകളിൽ മാത്രമാണ് നീണ്ട നിരയുള്ളത്. അതിൽ അലമീൻ നിൽക്കുന്ന തളി ബൂത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇനി പ്രേക്ഷകർ കാണാൻ പോകുന്നത്. അലമീൻ 113 പേരാണ് അവിടെ ടോക്കൺ കൊടുത്തിരുന്നത്. ഇപ്പോൾ 100-ൽ താഴെയുള്ള വോട്ടർമാരായിട്ട് മാറിക്കഴിഞ്ഞോ? പോളിംഗ് ഏകദേശം അവസാനിക്കാറായോ തളി? അരുൺകുമാർ, പോളിംഗ് അവസാനിക്കാറായിട്ടില്ല. ഈ ടോക്കൺ കൊടുത്ത 133 പേർക്കായിരുന്നു ടോക്കൺ കൊടുത്തത്. അതിൽ 69 സ്ത്രീകളുണ്ടായിരുന്നു. ഇപ്പോൾ സ്ത്രീകളെയാണ് ആദ്യം വോട്ട് ചെയ്യുന്നതിനായി കയറ്റിവിടുന്നത്. അതായത് ക്യൂ നിൽക്കുന്നതിൽ വന്ന സീനിയോറിറ്റി നോക്കാതെ സ്ത്രീകളെ ആദ്യം കയറ്റിവിടുകയാണ്. കാരണം മണിക്കൂറുകളായി സ്ത്രീകളുടെ കാത്തു നിൽക്കുന്നു എന്നുകൊണ്ട് അവരെ ആദ്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയും സ്ത്രീകളെ കയറ്റിവിടുകയാണ്. സ്ത്രീകളുടെ നിര ഏതാണ്ട് ഇപ്പോൾ കുറഞ്ഞു വരുന്നില്ല. നേരത്തെ നീണ്ട നിര സ്ത്രീകളുടെ നിര പ്രകടമായിരുന്നു. ഇപ്പോൾ അതിന്റെ പകുതിയായി ചുരുങ്ങിയിട്ടുണ്ട്. പക്ഷേ പുരുഷന്മാർ നിരവധി പേർ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. 64 പുരുഷന്മാർക്കാണ് ടോക്കൺ കൊടുത്തത്. ടോക്കൺ കൊടുക്കാതെ വീണ്ടും ചില ആൾക്കാർ ഇവിടെ ഉണ്ട്.
ഉണ്ടായിരുന്നു. പോലീസ് പറഞ്ഞത് പുരുഷന്മാർക്ക് എല്ലാവർക്കും ടോക്കൺ കൊടുക്കാനായില്ല എന്നുള്ളതാണ്. 64 പേർക്ക് ടോക്കൺ കൊടുത്തു. പിന്നെ ഏതാണ്ട് 10-20 ആളുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ പുരുഷന്മാർ തന്നെ ഒരു 10-70 പേർ ചുരുങ്ങിയത് എന്തായിരുന്നാലും ഇവിടെ ഉണ്ടാകും. പോലീസ് ഏകദേശ കണക്കാണ്, ടോക്കൺ ഇല്ലാത്തവരുടെ കണക്ക് ഒരു 20 പറഞ്ഞത്. എന്നാൽ പോലും ടോക്കൺ കൊടുത്ത 64 പേരെ കൂട്ടിയാൽ പോലും ഒരു 10-75 പേർ പുരുഷന്മാർ ഇവിടെ ഉണ്ടായിരിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. സ്ത്രീകളുടെ നിര ഏതാണ്ട് പകുതിയായി കുറയുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും അരുൺകുമാർ 1 മണിക്കൂർ കൂടി ഇവിടുത്തെ പോളിംഗ് പൂർത്തിയാക്കുന്നതിന് സമയമെടുക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. മുൻവർഷം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് 9 മണിവരെ നീണ്ടു എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്ന് മാത്രമല്ല, ഉദ്യോഗസ്ഥരും ഇവിടെ നിന്ന് വോട്ട് ചെയ്യാനെത്തിയ ഇവിടുത്തെ ആളുകളും പറയുന്നത് എങ്ങനെയാണ്, മറ്റു പല ആളുകളും ഏതാണ്ട് മണിക്കൂറുകളോളം ആദ്യം വന്ന് ക്യൂ നിന്നതിന് ശേഷം പിന്നീട് മടങ്ങിപ്പോയ ആളുകളുണ്ട്. പിന്നീട് ഈ 6 മണിയോട് അടുപ്പിച്ച് വീണ്ടും വന്ന് ക്യൂവിൽ നിന്ന് വോട്ട് ചെയ്യാൻ എത്തിയ ആളുകളുമുണ്ട്. ഏറ്റവും അവസാനം എത്തിയത് നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാം. ഏറ്റവും പിന്നിൽ നിൽക്കുന്ന അവരാണ് ആദ്യം, ഈ സ്ത്രീയാണ് ആദ്യം ഏറ്റവും അവസാനം എത്തിയത്. അവർക്കാണ് ആദ്യത്തെ ടോക്കൺ, അതായത് 1ാം നമ്പർ ടോക്കൺ നൽകിയിരിക്കുന്നത് അവർക്കാണ്. അവരേതാണ്ട് 2 മണിക്കൂറോളം ആദ്യം ക്യൂവിൽ നിന്നതിന് ശേഷം മടങ്ങുകയും പിന്നീട് വീണ്ടും ഇവിടേക്ക് എത്തുകയുമായിരുന്നു. ഗേറ്റ് പൂട്ടിയിട്ടുണ്ട് പോലീസ്. ഈ 6 മണിക്ക് ശേഷം പിന്നെ വന്ന ആരെയും പിന്നീട് ആരും വന്നിട്ടില്ല. വന്നവരാരും പിന്നീട് അകത്തേക്ക് കയറ്റിയിട്ടുമില്ല. അതിനു മുൻപ് ഇവിടെ കാത്തുനിന്ന ആളുകളെ മുഴുവനും അകത്ത് കയറ്റി ജെയ്സന്റെ ഒരു കണക്ക് പ്രകാരം ഇപ്പോൾ 72.42% മന്ദം മാത്രമാണ്. അതായത് ചെറിയ പുരോഗതിയാണ് ഉണ്ടാവുന്നത്. എനിക്കൊരു തളിയിലെയും 1-2 ബൂത്തിലെയും 4 ബൂത്തുകളിലെ കണക്കുണ്ട്. 4 ബൂത്തുകളിലെ കണക്കാണ്. അപ്പോൾ ചുരുങ്ങിയത് 73% വന്ന് നിൽക്കും. 73.5% പരമാവധി. അപ്പോൾ ജെയ്സൺ ചാമവളപ്പിൽ നമുക്കൊപ്പം ചേരുന്നു. ജെയ്സൺ ചാമവളപ്പിൽ കഴിഞ്ഞ തവണ 77.40% എന്നുള്ളിടത്ത് നിന്ന് 72.42%. നിലവിലത്തെ കണക്ക് പ്രകാരം 5% വ്യത്യാസമുണ്ട്. ചുരുങ്ങിയത് 4% വോട്ടർമാർ ഇക്കുറി കുറവായിരിക്കും വോട്ട് രേഖപ്പെടുത്തുക എന്നുള്ളത് ഏറെക്കുറെ വ്യക്തമാണ്. പല ബൂത്തുകളും അടച്ചു കഴിഞ്ഞു അല്ലേ ജെയ്സൺ? തീർച്ചയായും അരുൺകുമാർ, പല ബൂത്തുകളും 90% ബൂത്തുകളും ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. ഒറ്റപ്പെട്ട ചില ബൂത്തുകൾ മാത്രമാണ് ഇപ്പോൾ ഇവിടെ അല്പം മുമ്പാണ് പൂർത്തിയായത്. ഏകദേശം 80ഓളം പേർക്ക് ടോക്കൺ കൊടുത്തിരുന്നു. ഇപ്പോൾ നമുക്ക് പുറകിൽ ബൂത്തെല്ലാം വോട്ടിംഗ് പൂർത്തിയായി കഴിഞ്ഞവർ ഉദ്യോഗസ്ഥർ മറ്റ് പ്രവർത്തികളിലേക്ക് കടന്നിരിക്കുന്നു. ഇത്തരത്തിൽ ഇനി മാക്സിമം 73 കടക്കാനുള്ള സാധ്യത പോലും എളുപ്പമല്ല എന്നതാണ് നമുക്ക് ഇപ്പോഴത്തെ കണക്ക് വെച്ച് മനസ്സിലാവുന്നത്. തെരഞ്ഞെടുപ്പ് രംഗത്തെ പ്രചരണം അതിശക്തമായിരുന്നു. പക്ഷേ കഴിഞ്ഞ കെ രാധാകൃഷ്ണൻ മത്സരിച്ചിരുന്ന സമയത്തുള്ള കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് സമയത്തുള്ള ഒരു പോളിംഗ് ശതമാനത്തിലേക്ക് എത്തിയില്ല എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഒരു പക്ഷേ കെ രാധാകൃഷ്ണന്റെ തിരിച്ചുവരവ് അന്ന് ചേലക്കരക്കാർ ആഘോഷിച്ചിട്ടുണ്ടായിരിക്കണം, ആസ്വദിച്ചിട്ടുണ്ടായിരിക്കണം. അതുകൊണ്ടായിരിക്കാം അന്ന് വലിയ ഭൂരിപക്ഷം നൽകി സമയത്ത് അവിടുത്തെ പോളിംഗ് പെർസെന്റേജ് എന്ന് പറയുന്നത് 79%. 2016 കണക്കാണ് ഞാൻ പറയുന്നത്. UR പ്രദീപ് മത്സരിച്ച് വിജയിച്ചു വന്ന സമയത്ത് 79% ആയിരുന്നു പോളിംഗ് ശതമാനം. പിന്നീട് 2021 വരുമ്പോൾ രാധാകൃഷ്ണൻ മത്സരിക്കുമ്പോൾ 77%. അപ്പോൾ 2% കുറവുണ്ടായിട്ടുണ്ട്. എങ്കിലും ഇപ്പോൾ കടുത്ത മത്സരം നടക്കുന്നു എന്ന് പറയുന്ന സമയത്താണ് ഏതാണ്ട് 74 വരെ മാക്സിമം എത്താൻ കഴിയും എന്ന് പറയുന്നത്. അപ്പോൾ ചേലക്കരയിൽ കണ്ടിന്യൂസ് ആയിട്ട് ഈ കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പ് നോക്കുമ്പോൾ പോളിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞു വരുന്നുണ്ട്. 2% ആദ്യം കുറഞ്ഞു, ഇപ്പോൾ ഇതാ ഏതാണ്ട് 3% കുറവ് വരാൻ പോകുന്നു. അങ്ങനെയെങ്കിൽ ചേലക്കരയിൽ ഇപ്രാവശ്യം ആരെയാണ് ഈ പോളിംഗ് ശതമാനത്തിൻ്റെ കുറവ്? ചേലക്കരയിൽ കഴിഞ്ഞ 1 മാസത്തോളമായി ക്യാമ്പ് ചെയ്ത് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജെയ്സൺ. ആരെയാണത് കൂടുതലായി ബാധിക്കാൻ സാധ്യത? പോളിംഗ് ശതമാനത്തിൻ്റെ ഏറ്റവും പുതിയ വിവരം 72.43, അതായത് 1% മാത്രം വർദ്ധിച്ച ഏറ്റവും പുതിയ അപ്ഡേഷനാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞതുപോലെ ഓരോ ഘട്ടങ്ങളിലും പോളിംഗ് ശതമാനം കുറഞ്ഞു വരുമ്പോൾ UR പ്രദീപ് മത്സരിച്ചപ്പോൾ ഏറ്റവും വലിയ പോളിംഗ് ശതമാനം അന്ന് അദ്ദേഹത്തിന് ജയിക്കാനാതെ 10,200 വോട്ടിനാണ്. അതിനേക്കാൾ കുറഞ്ഞ് കെ രാധാകൃഷ്ണൻ മത്സരിക്കുമ്പോൾ അദ്ദേഹം ജയിക്കുന്നത് 39,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ്. അതിനുശേഷം അദ്ദേഹം ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അദ്ദേഹം ഇവിടെ ഭൂരിപക്ഷം കിട്ടുന്ന 5,000 വോട്ടിനാണ്. പോളിംഗ് ശതമാനം മാത്രം വിലയിരുത്തിക്കൊണ്ട് ഒരു തിരഞ്ഞെടുപ്പിൻ്റെ പ്രവചനത്തിലേക്ക് പോകുന്നത് ഉചിതമാകില്ല എന്ന ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത്. കാരണം പോളിംഗ് ശതമാനത്തെ മാത്രം ആശ്രയിച്ചുകൊണ്ടുള്ള ഒരു തിരഞ്ഞെടുപ്പായിരിക്കും ചേലക്കരയിൽ എന്ന് നമുക്കിപ്പോൾ പ്രവചിക്കാനാവില്ല. കാരണം അത്രയേറെ മാറ്റങ്ങൾ, അത്രയേറെ അടിയൊഴുക്കുകൾ
ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അത് എത്രമാത്രം പ്രതിഫലിച്ചിട്ടുണ്ടെന്ന് നമുക്ക് കൃത്യമായി പറയാൻ വേണ്ടി നമുക്കിപ്പോൾ പ്രയാസം. മറ്റേതെങ്കിലും മണ്ഡലങ്ങളിലായിരുന്നെങ്കിൽ കുറച്ചുകൂടി നമുക്ക് എളുപ്പത്തിൽ പറയാൻ കഴിയുമായിരുന്നു. കാരണം 2016 പോൾ ചെയ്യുമ്പോൾ കേവലം 10,200 വോട്ടുകൾ മാത്രമാണ് UR പ്രദീപിന്റെ ഭൂരിപക്ഷം. അതേസമയം 77%, 2% കുറയുമ്പോൾ രാധാകൃഷ്ണന്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 40,000 ആണ്. എന്ന് വെച്ചാൽ 4 ഇരട്ടി ഭൂരിപക്ഷത്തിൽ ഒരു കാൻഡിഡേറ്റ് വിജയിക്കുന്നു. അപ്പോൾ ആ അർത്ഥത്തിൽ പോളിംഗ് ശതമാനം കുറയുന്നത് ആർക്ക് ഗുണമാകും അല്ലെങ്കിൽ ആർക്ക് എതിരാകും എന്ന് വിലയിരുത്തുന്നത് ചേലക്കര മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം കുറഞ്ഞപക്ഷം ശരിയാകാൻ സാധ്യതയില്ല. അപ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാമോ? തീർച്ചയായും അരുൺകുമാർ, ഇതുവരെയുള്ള നമ്മളെ മൊത്തം കണക്കുകളും നമ്മളെ അന്തരീക്ഷത്തിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കുന്നതും ഈ 1.5 മാസക്കാലം ചേലക്കര മണ്ഡലത്തിൽ ഉടനീളം നടന്നുള്ള പ്രചാരണങ്ങളും അതുപോലെ തന്നെ ഇടപെടലുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിശക്തമായൊരു മത്സരം ഇവിടെ നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിലയിരുത്തുന്നത്. അതിൽ ചിലപ്പോൾ ചില അപാകതകൾ സംഭവിച്ചേക്കാം. പക്ഷേ ആത്യന്തികമായി ചേലക്കര കണ്ട ഏറ്റവും വലിയ തിരഞ്ഞെടുപ്പ് പ്രചരണവും തിരഞ്ഞെടുപ്പ് മത്സരവുമായിരുന്നു ഈ ഉപതെരഞ്ഞെടുപ്പ് എന്ന് യാതൊരു സംശയവുമില്ലാതെ പറയാൻ കഴിയും. പക്ഷേ അതിൻ്റെ റിസൾട്ട് എങ്ങനെ വരുമെന്ന് നമുക്ക് പ്രവചിക്കാൻ ഇപ്പോൾ ആവില്ല. പക്ഷേ കോൺഗ്രസ് ആത്മവിശ്വാസത്തിലാണ്, അമിതമായ ആത്മവിശ്വാസത്തിലാണെന്ന് നമുക്കൊരു പരിധിവരെ പറയാം. പക്ഷേ LDF ആണെങ്കിൽ വിജയിക്കുമെന്ന് പറയുന്നു. അതായത് അവരുടെ സ്വാഭാവികമായ ഒരു വിജയം അവിടെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയും, എന്നാൽ കോൺഗ്രസ് അതിൽ കൂടി ഒരു പടി കടന്ന് അവർ ഉറച്ചു വിജയിക്കുമെന്ന് പറയുന്ന സ്ഥിതിയിലേക്ക് എത്തുന്നു. അതോടൊപ്പം BJP വലിയ തോതിൽ വോട്ട് പിടിക്കുമെന്ന് പറയുന്നു. ഇതിന് എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം പോലും BJPയിലേക്ക് CPMൽ നിന്ന് ആളുകൾ പോകുന്ന സ്ഥിതിയുണ്ടായി. അത്തരത്തിൽ പല പഞ്ചായത്തുകളിലും കഴിഞ്ഞ ദിവസം BJPയുടെ ജില്ലാ പ്രസിഡന്റ് പറഞ്ഞത് 1500ഓളം പേരാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ, പ്രത്യേകിച്ച് ഇടതുപക്ഷ പാർട്ടികളിൽ നിന്നും എല്ലാം കൂടി മറ്റെല്ലാ പാർട്ടികളിൽ നിന്നും കൂടി പ്രത്യേകിച്ച് ഇടതുപക്ഷ പാർട്ടികളിൽ നിന്ന് കൂടി 1500-ന് അടുത്ത ആളുകൾ BJPയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് അവരുടെ വിലയിരുത്തൽ. അവർ ചേർത്തതാണ് ആ പാർട്ടിയിലേക്ക് അംഗത്തെ ചേർത്തത്. അത്തരത്തിൽ ഏതൊക്കെ രീതിയിൽ, ഞാൻ നേരത്തെ പറഞ്ഞ അർബൺ ഏരിയയിലാണെങ്കിൽ നമുക്ക് കുറേയും കൂടിയും ഈ കണക്കെടുക്കാൻ കുറച്ചും കൂടി എളുപ്പമാണ്. പക്ഷേ ഇത് റൂറൽ മേഖലയിലുള്ള ഒരു മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ അടിയൊഴുക്കുകൾ എത്രമാത്രം ഉണ്ട് എന്നതും, രമ്യ ഹരിദാസിന് വോട്ട് ചെയ്യാത്ത ആളുകളല്ല ഇതിൽ ഭൂരിപക്ഷവും എന്ന് നമുക്കറിയാം. ഏകദേശം 20,000-ന് മുകളിൽ വോട്ട് ഈ മണ്ഡലത്തിൽ നിന്ന് അവർ ജയിക്കുമ്പോൾ നേടിയിട്ടുണ്ട്. അതേസമയം അവർ പിന്നെ പരാജയപ്പെടുന്നത് ഈ മണ്ഡലത്തിൽ നിന്ന് 5,000 വോട്ടിൻ്റെ മാത്രം പുറകിൽ നിന്നുകൊണ്ടാണ്. അത്തരത്തിൽ നമുക്കൊരു പ്രവചനം സാധ്യമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഏതായാലും ശക്തമായ മത്സരം നടന്ന ഒരു മണ്ഡലമായി എന്ന് പറഞ്ഞു നിർത്തുകയാണ് ഞാനിവിടെ. ഓക്കെ ജെയ്സൺ, നമുക്കിനി ഒന്ന് വയനാട്ടിലേക്ക് കൂടി പോയി വരാം. വയനാട്ടിൽ ഏറ്റവും ഒടുവിലത്തെ കണക്ക് വന്നിട്ടുണ്ട്. അതെ സുജയ, വയനാട്ടിൽ ഇപ്പോൾ 64.54%. കഴിഞ്ഞ തവണ 73% പോൾ ചെയ്തെടുത്തെന്നാണ്. 8% കുറവാണ്. അതായത് ഇപ്പോൾ 90,000 അല്ലെ 9,80,000 വോട്ടർമാരാണ്. അപ്പോൾ 10 ലക്ഷം പേരാണ് പരമാവധി വരിക. 10 ലക്ഷം പേര് എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും കുറവാണ്. കഴിഞ്ഞ പ്രാവശ്യം 10 ലക്ഷം പേര് പോൾ ചെയ്തപ്പോഴാണ് ഈ പറയുന്ന 3,65,000 എന്ന് പറയുന്ന ഭൂരിപക്ഷം രാഹുൽ ഗാന്ധിക്ക് കിട്ടിയത്. 10,53,000 കണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം. അതെ 2024 10,84,000 പേര് വോട്ട് ചെയ്തപ്പോഴാണ് 3,60,000 കിട്ടി. ഇപ്പൊ നോക്കൂ, 9,50,000 മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ തവണ പോൾ ചെയ്തത് 1,30,000 കുറവ്. 1,30,000 പോട്ടെ, 1 ലക്ഷം എന്ന് കൂട്ടും. 1 ലക്ഷം വോട്ടർമാർ അവിടെ കുറയുന്നു എന്നുള്ളത് ആ രീതിയിൽ നമ്മൾ അതേപടി നമ്മൾ പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം രാഹുൽ ഗാന്ധിയിൽ നിന്ന് കുറച്ചാൽ 3,61,000 എന്നുള്ളത് 2,61,000 ആവും. അതായത് 3 ലക്ഷത്തിൽ താഴെയാണ് ഭൂരിപക്ഷം. 3 ലക്ഷത്തിൽ താഴെയാണ്. ഏറെക്കുറെ ഉറപ്പിക്കാം. 1 ലക്ഷം വോട്ട് കുറയുമ്പോൾ ആ 1 ലക്ഷം വോട്ടും പ്രിയങ്ക ഗാന്ധിക്കാണ് കുറയുക എന്ന് നമ്മൾ മുൻവിധിയോടുകൂടി കാണുന്നില്ല. അപ്പോഴും ഈ പറയുന്ന 3-3.25 ലക്ഷം വരെയൊക്കെ വരാം. വേണമെങ്കിൽ 3 ക്രോസ് ചെയ്യാം. അതായത് ഫ്രഷ് റെക്കോർഡ് സെറ്റ് ചെയ്യാൻ പറ്റില്ല. 4,31,000 എന്നുള്ളത് ഏറെക്കുറെ അസാധ്യമായിരിക്കും എന്നാണ് ഈ കണക്കുകൾ നമ്മളോട് പറയുന്നത്. അതായത് നമ്മൾ വോട്ടുകൾ കൃത്യമായി പെട്ടിയിൽ വീണിട്ടുണ്ടെങ്കിൽ 2,70,75,000 വോട്ടുകൾ സത്യൻ മൊകേരി വയനാട്ടിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ, 1 ലക്ഷത്തിലധികം വോട്ടുകൾ BJP പിടിച്ചിട്ടുണ്ടെങ്കിൽ, 3,70,75,000 വോട്ട് ആ രീതിയിൽ മാറിയിട്ടുണ്ടെങ്കിൽ, ബാക്കി അവശേഷിക്കുന്ന 9,50,000 നിന്ന് ഇനി അവശേഷിക്കുന്നത് 5,80,000 വോട്ടുകളായിരിക്കും. അങ്ങനെ വെച്ച് നോക്കിയാൽ 3 ലക്ഷത്തിൽ താഴെ മാത്രമായിരിക്കും ഭൂരിപക്ഷം വരിക. കാൽക്കുലേഷൻ എന്ന് പറയുന്നത് 11.5 ലക്ഷം പോൾ ചെയ്യപ്പെടുകയാണെങ്കിൽ മാത്രമാണ്
ഏതാണ്ട് 5-5.5-6 ലക്ഷത്തിന് അടുപ്പിച്ച് ഭൂരിപക്ഷം. വേറൊരു കണക്ക് കൂടിയുണ്ട്. അതായത് 5 ലക്ഷം എന്ന പ്രിയങ്ക തരംഗത്തിന്റെ ആനുകൂല്യം ഇത്തവണ കിട്ടില്ല. ഫീമെയിൽ വോട്ട്സ് ആകെയുള്ളത് 7,46,684 അതിൽ 4,96,719 പോൾ ചെയ്തിട്ടുണ്ട്. അത് പ്രിയങ്ക ഗാന്ധിക്ക് ഏറെക്കുറെ കിട്ടുമോ അതോ നവ്യ കുറച്ചുകൂടി പിടിക്കുമോ? കാരണം കഴിഞ്ഞ തവണ അവിടെ മത്സരിക്കുമ്പോൾ ഒരു ഫീമെയിൽ കാൻഡിഡേറ്റ് വേഴ്സസ് 2 മെയിൽ കാൻഡിഡേറ്റ്സ് ആയിരുന്നു. 2 ഫീമെയിൽ കാൻഡിഡേറ്റ്സ് വേഴ്സസ് 1 മെയിൽ കാൻഡിഡേറ്റ്. അപ്പോൾ ഈ ഫീമെയിൽ വോട്ട്സ് ടോട്ടൽ വോട്ട്സ് പോൾഡ് എന്ന് പറയുന്നത് 4,96,719. നോക്കൂ, അപ്പോഴും ഏറനാടാണ് മുന്നിൽ നിൽക്കുന്നത്. ഏകദേശം 70% ഏറനാട് പോൾ ചെയ്യിപ്പിച്ചു. 69.39% നമുക്കൊപ്പം ഇപ്പോൾ വയനാട്ടിൽ നിന്ന് അലി അക്ബർ ഷായും ദീപക് മോഹനും മുബഷിപ്പി അക്ബറും ഉണ്ട്. നമുക്ക് അലി അക്ബർ ഷായിലേക്ക് ഒന്നുകൂടി ഒന്ന് പോകാം. അലി അക്ബർ ഷാ, ദീപക് മോഹൻ, ഇപ്പോൾ വയനാട്ടിലെ ഏറ്റവും ഒടുവിലത്തെ കാഴ്ച എന്താണ്? ഏതെങ്കിലും ബൂത്തിൽ ഇപ്പോൾ പോളിംഗ് ഉണ്ടോ? അരുൺകുമാർ ഈ പറഞ്ഞതുപോലെ ഏകദേശം 5:30 കൂടി തന്നെ ഞാനിപ്പോൾ നിൽക്കുന്ന ബൂത്ത് ഉൾപ്പെടെ ഈ വയനാട്ടിലെ പല ബൂത്തുകളും കാലിയായി എന്ന് തന്നെ പറയേണ്ടി വരും. ഉച്ചയ്ക്ക് ശേഷം വലിയൊരു ഒഴുക്കുണ്ടാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു 3 മുന്നണികളും ഉണ്ടായിരുന്നത്. കാരണം രാവിലെ 10 മണിയോടുകൂടി തന്നെ ഏകദേശം ദൃശ്യം വ്യക്തമായിരുന്നു, കാര്യമായ പോളിംഗിലേക്ക് പോകാനുള്ള സാധ്യതയില്ല എന്നത്. പക്ഷേ ഉച്ചയ്ക്ക് ശേഷം വലിയ തോതിൽ വോട്ടർമാരെത്തുമെന്നൊരു പ്രതീക്ഷ 3 മുന്നണികൾക്കും ഉണ്ടായിരുന്നു. പക്ഷേ അതും ഉണ്ടായില്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് മേപ്പാടിയിലെ മുണ്ടക്കൈ ദുരന്തബാധിതർക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ 168 നമ്പർ ബൂത്തിലാണ്. ഈ ബൂത്തിൽ 5:30 തൊട്ട് ഞാൻ പറയുന്നത് ഞാൻ മാത്രമേ ഇവിടെ അവശേഷിക്കുന്നുള്ളൂ എന്നാണ്. അതാണ് ഏകദേശം സാഹചര്യം. നമ്മൾ പറയുമ്പോൾ ഈ 3 മുന്നണികളും പ്രചാരണത്തിൽ മുന്നിട്ട് നിന്നിരുന്നുവെങ്കിലും ഈ പൊതുയോഗങ്ങളിലേക്ക് ആളുകളെ എത്തിക്കുക എന്നതിനപ്പുറത്തേക്ക് ഗ്രൗണ്ടിൽ കാര്യമായൊരു വർക്ക് നടന്നിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. മറ്റൊരു പ്രധാന ഫാക്ടർ ഈ പോളിംഗ് കുറഞ്ഞതിൽ ദുരന്തം തന്നെയാണ്. സ്വാഭാവികമായും ഞാനിപ്പോൾ നിൽക്കുന്ന ബൂത്ത് ഉൾപ്പെടെ 3 ബൂത്തുകളാണ് ചൂരൽമലയിലും മുണ്ടക്കൈയിലും ദുരന്തത്തിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടി സജ്ജീകരിച്ചിരുന്നത്. അവിടേക്ക് എത്തിയ ആളുകളുടെ എണ്ണം തുലവും കുറവായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം ആളുകൾ എത്തുമെന്ന് കരുതിയിരുന്നെങ്കിലും ആളുകൾ എത്തിയില്ല. NDA സ്ഥാനാർത്ഥി നവ്യ ഹരിദാസ് പറഞ്ഞതുപോലെ സ്വാഭാവികമായും ഒരു ഉപതെരഞ്ഞെടുപ്പിന് നേരിടാനുള്ള മാനസികാവസ്ഥയിലേക്ക് ആ ജനങ്ങൾ എത്തിയിട്ടില്ല എന്ന് വേണം ഇപ്പോൾ ഈ പോളിംഗ് ശതമാനം കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ. എന്തായാലും എടുത്തു പറയേണ്ടത് UDF സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം എന്ന് പറയുന്നത്, UDFന്റെ അവകാശവാദം എന്ന് പറയുന്നത് 5 ലക്ഷം കടന്ന ഭൂരിപക്ഷം, അതിലേക്ക് എത്താനുള്ള സാധ്യത എവിടെയും ഇല്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. സ്വാഭാവികമായും ഭൂരിപക്ഷത്തിൽ വലിയ ഇടിവ് സംഭവിക്കുന്നത് വലിയ തിരിച്ചടി ഉണ്ടാക്കിയേക്കാം. ഇനി 23-ന് റിസൾട്ട് വരുന്നത് വരെ സ്വാഭാവികമായും തങ്ങളുടെ വോട്ടല്ല പോളിംഗ് അല്ല കുറഞ്ഞത് എന്ന വിധത്തിലുള്ള ചർച്ചകളിലേക്ക് കടന്നേക്കാം. പക്ഷേ 23-ന് ചിത്രം വ്യക്തമാവുകയുള്ളൂ. വയനാടിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് സംസ്ഥാനങ്ങളുമായി 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഒരു ജില്ല കൂടിയാണ്, മണ്ഡലം കൂടിയാണ്. അപ്പോൾ ഇവിടുത്തെ നിരവധി ആളുകൾ മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. ഇവരെയൊക്കെ ഈ ഇലക്ഷന്റെ സമയത്ത് തിരിച്ചെത്തിക്കാനുള്ള ശ്രമം സ്വാഭാവികമായും ഈ മുന്നണികളുടെ ഭാഗത്തുനിന്നും നടക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ ആ പ്രവർത്തനം പോലും കാര്യമായി നടന്നിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും കഴിഞ്ഞ തവണത്തെ പോളിംഗ് ശതമാനത്തിലേക്ക് എത്തില്ല ഇത്തവണത്തെ പോളിംഗ് എന്നത് ഏകദേശം ഉച്ചയോടുകൂടി വ്യക്തമായിരുന്നു. ഈ പോളിംഗ് ശതമാനത്തിലെ ഇടിവ് ഏത് നിലയിലായിരിക്കും മുന്നണികളെ ബാധിക്കുക എന്നത് കണ്ടു തന്നെ അറിയേണ്ടതുണ്ട്. NDA സ്ഥാനാർത്ഥി നവ്യ ഹരിദാസിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണ സുരേന്ദ്രൻ നേടിയതിനേക്കാൾ 1 വോട്ടെങ്കിലും കൂടുതൽ നേടാൻ സാധിച്ചാൽ അത് നവ്യയുടെ നേട്ടമായി തന്നെ കണക്കാക്കപ്പെടും. ആ ആത്മവിശ്വാസം ഇപ്പോഴും അവർ പ്രകടിപ്പിക്കുന്നുണ്ട് എങ്കിൽ കൂടി അതിനുള്ള സാധ്യത തുലവും കുറവാണ്. ഇവിടുത്തെ ജയപരാജയങ്ങളിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. പ്രിയങ്ക ഗാന്ധിയുടെ വിജയം ഏകദേശം UDF ഉറപ്പിച്ചതുപോലെ തന്നെയാണ്. ഉറപ്പിച്ച് അവർ ആത്മവിശ്വാസം പങ്കുവെക്കുന്നുമുണ്ട്. പക്ഷേ അപ്പോഴും ഭൂരിപക്ഷത്തിലെ ഈ ഇടിവ് അത് വലിയൊരു തിരിച്ചടിയാകും മുന്നണിക്ക് എന്നത്. വോട്ടർ ടേൺഔട്ടിലെ ഇടിവ് ഭൂരിപക്ഷത്തിലുള്ള ഇടിവായി മാറുമോ എന്ന ആശങ്കയിലാണ് UDF ക്യാമ്പുള്ളത്. 5 ലക്ഷം 4 ലക്ഷം എന്നൊക്കെ സ്വപ്നങ്ങളായിരുന്നു. എന്നാൽ 3 ലക്ഷത്തിൽ താഴെ അഥവാ 3 ലക്ഷത്തോടടുപ്പിച്ച് ഒന്നുകിൽ 3 ലക്ഷം 3,10,000 വരെ 10,000 വരെ പരമാവധി വോട്ട് നമ്മൾ കഴിഞ്ഞ ഇവിടുത്തെ വോട്ടിംഗ് പാറ്റേൺ അതേപടി ഇത്തവണ തുടരുകയാണെങ്കിൽ ഉണ്ടാവും. എന്നാൽ പക്ഷേ വളരെ പ്രധാനപ്പെട്ട കാര്യമേ, ഇപ്പൊ 2019 രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പം വോട്ടർ ടേൺഔട്ട് എത്രയാണ്? 79%. 2024 രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോൾ വോട്ടർ ടേൺഔട്ട് എത്രയാണ്? 73%. 6% കുറഞ്ഞു. 6% കുറഞ്ഞു. 19 79 ആയിരുന്നത് 2024 വരുമ്പോൾ 5 വർഷം കഴിയുമ്പോൾ അത് വീണ്ടും കുറഞ്ഞിട്ട് 73 ആവുന്നു. ആനിരാജയുടെ വോട്ട് കൂടുന്നു. ആനിരാജയുടെ വോട്ട് വർദ്ധിക്കുന്നു. ഇനിയിപ്പോ നോക്കിക്കോളൂ, ഈ 73-ൽ നിന്ന് നമ്മളിപ്പം പ്രതീക്ഷിക്കുന്ന കണക്കനുസരിച്ച് 66 വരെ വരാം. 66 വരെയൊക്കെ വന്നാൽ പിന്നെയും കുറയുകയാണ്. എത്രയാണ് കുറയുന്നത്? 7% കുറവ്. അപ്പം 2019 നിന്ന് 2024 2 തെരഞ്ഞെടുപ്പുകളിലേക്ക് വരുമ്പോൾ മൊത്തം കുറയുന്നത് എത്രയാണ്? 13% വോട്ടാണ് കുറയുന്നത്. സോണിയാഗാന്ധി രാജീവ് ഗാന്ധി കുടുംബത്തിലെ 2 പേരാണ് ഈ കഴിഞ്ഞ 10 വർഷത്തിനകത്ത് 7 വർഷത്തിനകത്ത് മത്സരിക്കുന്നത് കൂടി ഓർക്കണം. മാത്രമല്ല ആ കണക്കിലൊരു രസകരമായ കൗതുകമുണ്ട്. 2019 മത്സരിക്കുമ്പോൾ 4,31,000 ആയിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം. ആ വോട്ടർ ടേൺഔട്ട് 6% കുറയുമ്പോൾ 3,65,000 മാറുന്നു. വീണ്ടും 6% കുറയുമ്പോൾ ഏകദേശം 70,000-ത്തിനടുത്ത് വോട്ട് രാഹുൽ ഗാന്ധിക്ക് നഷ്ടപ്പെടുന്നു ഭൂരിപക്ഷത്തിൽ. വീണ്ടും 6% കുറയുമ്പോൾ ഈ 70% കുറയുന്നു എന്ന് നമ്മൾ കണക്ക്
അതേ കണക്കെടുക്കുകയാണെങ്കിൽ 2.95 2,95,000. അതാണ് നമ്മൾ പറഞ്ഞത്. 3 ലക്ഷത്തിലും, അതായത് 2,70,75,000-നും 3,25,000-നും ഇടയിലായിരിക്കും വളരെ സേഫായി പറഞ്ഞാൽ പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം കഴിഞ്ഞ തവണത്തെ വോട്ടർ ടേൺ ഔട്ടിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പറഞ്ഞാൽ. അതായത് മാർജിൻ ഇതാണ് 2.75 to 3.25. എന്താ സുജിയ? അല്ല, ഞാൻ ആലോചിക്കായിരുന്നു അന്ന് ആ പ്രചാരണത്തിനൊക്കെ 6 ലക്ഷം ഒക്കെ പറഞ്ഞ് ബെറ്റൊക്കെ വെച്ച് നിൽക്കുന്ന ആളുകളുടെയൊക്കെ ഒരു അവസ്ഥയെക്കുറിച്ച് ആലോചിക്കായിരുന്നു. വോട്ടർ ടേൺ ഔട്ട് ഇങ്ങനെ കുറയുമ്പോഴേ. അല്ല, വോട്ടർ ടേൺ ഔട്ട് ആണ് പറഞ്ഞത്. ബേസ്ഡ് ഓൺ വോട്ടർ ടേൺ ഔട്ട് ആണ് ആ കണക്ക് പറഞ്ഞത്. അതായത് 11.5 ലക്ഷം വോട്ട് ടേൺ ഔട്ട് ചെയ്യുകയാണ് എങ്കിൽ, 14-ൽ 11.5 ടേൺ ഔട്ട് ചെയ്യുകയാണെങ്കിൽ, ടേൺ ഔട്ട് ചെയ്യുമെന്ന് എന്തുകൊണ്ടാണ് പ്രതീക്ഷിച്ചത്? ഈ പറയുന്ന പ്രിയങ്ക ഗാന്ധിയുടെ ഒന്നാമത്തെ തെരഞ്ഞെടുപ്പ്, പ്രിയങ്ക ഗാന്ധി ഉണ്ടാക്കാൻ പോകുന്ന വോളം, ഈ ഘട്ടത്തിൽ 11.5 ലക്ഷം പോൾ ചെയ്താലാണ് ഈ പറയുന്ന മാർജിൻ വരിക. മാത്രമല്ല നമ്മൾ ശ്രദ്ധിച്ചിരുന്നല്ലേ, അതായത് ഈ ആദ്യം പ്രിയങ്ക ഗാന്ധി വന്നിറങ്ങുന്ന സമയത്തുള്ള തരംഗവും ഒരു വലിയ വീഡിയോ കവറേജും തുടർന്ന് പ്രിയങ്ക ഗാന്ധിക്ക് ഒരിടത്തും കിട്ടിയിട്ടില്ല. പ്രിയങ്ക ഗാന്ധി കഴിഞ്ഞ ദിവസം ഒരു 3-4 ദിവസം തുടർച്ചയായിട്ട് ക്യാമ്പയിൻ ചെയ്തു. നമ്മൾ 1-2 സ്ഥലങ്ങളിൽ നിന്നാണ് നമ്മളടക്കം വാർത്ത കൊടുത്തത്. കോൺഗ്രസുകാർ തന്നെ വലിയ ആൾക്കൂട്ടം ഉണ്ടാക്കിയതും വളരെ കുറഞ്ഞിടങ്ങളിൽ മാത്രമാണ്. പ്രിയങ്ക ഗാന്ധി വരുന്ന സ്ഥലങ്ങളിൽ ഒരു വലിയ മാസ് ഡെമോൺസ്ട്രേഷൻ ഉണ്ടാക്കുന്നു എന്നതിനും അപ്പുറം അതാണ് ബൂത്തിലേക്ക് എത്തിക്കാനുള്ള ചേലക്കരയിൽ നടന്നതുപോലെ വയനാട്ടിൽ നടന്നു. അലി അത് കൃത്യമായി പറയുന്നുണ്ടായിരുന്നു. അതായത് അവരുടെ മുഴുവൻ ശ്രദ്ധയും ഇപ്പൊ ഏറ്റവും അവസാനം നമ്മൾ കൊട്ടിക്കലാശത്തിൽ തിരുവമ്പാടിയിൽ കണ്ടതാണ്. വലിയ ജനക്കൂട്ടമായിരുന്നു. നമ്മളൊക്കെ ഡ്രോൺ ഇട്ട് അതിഭീകര ജനക്കൂട്ടമായിരുന്നു. ആ ജനക്കൂട്ടത്തെ അവിടെ മൊബിലൈസ് ചെയ്തതുപോലെ ബൂത്തിൽ അത്തരം ഒരു വർക്ക് കണ്ടിട്ടില്ല എന്നാണ് ഇപ്പോൾ അലി അവിടുന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്, അലി അക്ബർ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ ഈ ടേൺ ഔട്ട് ഈസ് ഗോയിങ് ടു ബി വെരി ഡിസിസീവ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ ചേലക്കരയിലെ കണക്ക് കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകളിലേക്ക് പോകാം. ചേലക്കരയിൽ 2021 പോൾ ചെയ്തത് 1,53,315 വോട്ടർമാരാണ്. ഏറ്റവും ഒടുവിൽ നമ്മുടെ ബ്രേക്കിംഗ് ഗ്രൂപ്പിൽ വന്നിരിക്കുന്ന കണക്ക് നോക്കൂ. 1,53,315 2021 പോൾ ചെയ്തത്. ഇപ്പോൾ 39,400 ഭൂരിപക്ഷം രാധാകൃഷ്ണന് കൊടുക്കുമ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന കണക്ക് പ്രകാരം 1,54,535. ഏകദേശം 1000-ഓളം വോട്ട് കൂടിയിട്ടുണ്ട്. 1000-ഓളം വോട്ടേ കൂടിയിട്ടുള്ളൂ. പക്ഷേ അവിടെ പിന്നെ വോട്ടർമാരുടെ എണ്ണം വർദ്ധിച്ചു. 2,13,000 പുതിയ വോട്ടർമാരുണ്ട്. 15,000 വോട്ടർമാർ പുതുതായിട്ട് വരുമ്പോൾ 1000 വോട്ടേ അവിടെ കൂടുതൽ പോൾ ചെയ്യപ്പെടുന്നുള്ളൂ എന്നുള്ളതാണ്. ഇവിടെയാണ് വീണ്ടും UDF ക്യാമ്പിന്റെ ചങ്കിടിപ്പ് കൂട്ടുന്ന ഒരു കണക്ക് നമ്മുടെ മുന്നിലുള്ളത്. പോളിംഗ് പെർസെൻറ്റേജ് 2021 അപേക്ഷിച്ച് 4.5% കുറയാനാണ് സാധ്യത. ചേലക്കരയിൽ 4.5% കുറയുന്നു എന്ന് പറയുമ്പോൾ കഴിഞ്ഞ തവണ 39,400 ഭൂരിപക്ഷം ഉണ്ടായിരുന്ന നിയമസഭയിലെ ഭൂരിപക്ഷത്തിന്റെ കണക്കെടുക്കുകയാണെങ്കിൽ ആ വോട്ടുകൾ ഇടതുമുന്നണിക്ക് അവരുടെ പെട്ടിയിൽ വീഴ്ത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, അവിടെ കെ ബാലകൃഷ്ണൻ വലിയ രീതിയിലൊരു മുന്നേറ്റം നടത്തിയിട്ടില്ലെങ്കിൽ സ്വാഭാവികമായും ആ കണക്കിലേക്ക് വന്നേക്കാം. അതാണ്. അല്ല, ഇനിയിപ്പം പിന്നെ രമ്യ ഹരിദാസ് ക്യാമ്പിന് സമാധാനിക്കാൻ കഴിയുന്നൊരു കണക്ക് ഞാൻ പറയാം. അത് 2016 കണക്കാണ്. അത് ചേലക്കരയിൽ ഏറ്റവും അധികം പിന്നെ പോളിംഗ് നടന്ന സമയമാണ്. അന്ന് എത്രയാണ് വോട്ടർ ടേൺ ഔട്ട്? അന്ന് 79%, 79.21%. പക്ഷെ അന്ന് ആകെ പോൾ ചെയ്ത വോട്ട് എത്രയാണെന്ന് അറിയാമോ? 1,51,225. ചെറിയ വ്യത്യാസം. അപ്പം 1,000-1,500 വോട്ടിന്റെ വ്യത്യാസം ഇപ്രാവശ്യമുണ്ട്. പെർസെൻറ്റേജ് കുറയുന്നത് സ്വാഭാവികമായിട്ടും ഈ വോട്ടർമാരുടെ എണ്ണം വർദ്ധിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. അവിടെ വരുമ്പോൾ അന്ന് 10,200 വോട്ടിന്റെ വ്യത്യാസമേ ഉള്ളൂ. ഏതാ പിന്നെ നമ്മുടെ തുളസിയും പ്രദീപും തമ്മിൽ. അപ്പം അന്ന് 67,771 വോട്ട് പ്രദീപിന് കിട്ടുന്നു, 57,571 വോട്ട് രമ്യ ഹരിദാസിന് കിട്ടുന്നു. അപ്പോൾ തുളസിക്ക് കിട്ടുന്നു. അപ്പോഴും BJP നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. 23,000. അവിടെയാണ് BJP പെർഫോം ചെയ്ത് തുടങ്ങുന്നത്. അപ്പോൾ BJP അവിടെ എത്ര വോട്ട് വർദ്ധിപ്പിച്ചത്? 16,000 വോട്ട്. 16,000 വോട്ടാണ്. അത് കഴിഞ്ഞ് സരസു മത്സരിക്കുമ്പോൾ TN സരസു മത്സരിക്കുമ്പോൾ വോട്ട് വർദ്ധിപ്പിച്ചു 28,000 ആകുന്നു. അതായത് 12,000 വോട്ട് വർദ്ധിപ്പിക്കുന്നുണ്ട്. അതായത് 12,000 വോട്ട് വർദ്ധിപ്പിക്കുമ്പോൾ രണ്ടുപേരുടെയും പെർസെന്റേജ് കുറയുന്നത്. രാധാകൃഷ്ണൻ അവിടെ 5,000 വോട്ടിന് മാത്രമേ 4,000 വോട്ടിന്റെ ഡിപ്പ് ഉണ്ടാവുന്നു. അതെ. മാത്രമല്ല രാധാകൃഷ്ണൻ മൊത്തത്തിൽ അവിടെ അന്ന് ജയിക്കുമ്പോൾ 20,111 വോട്ടിനാണ് ജയിക്കുന്നത് ആകെ ആ ലോക്സഭാ മണ്ഡലത്തിൽ. പക്ഷെ വേറെ കാര്യമുണ്ട്. 1,58,000 ആയിരുന്ന രമ്യ ഹരിദാസിന്റെ ഭൂരിപക്ഷത്തെയാണ് മറികടന്ന് 20,111 ഭൂരിപക്ഷം രാധാകൃഷ്ണൻ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഒരു ഘടകവും ഉണ്ട് അവിടെ. അപ്പം എന്തായാലും ഈ പറയുന്ന 79% ആയിരിക്കുന്ന 2016 ഇഞ്ചോടിഞ്ച് പോരാട്ടം അവിടെ നടന്നിട്ടുണ്ട്. കേവലം 10,200 വോട്ടിന്റെ വ്യത്യാസത്തിലാണ് അന്ന് പ്രദീപ് ജയിച്ചത്. അതുകൊണ്ട് ഈ അന്ന് 1,51,000 മാത്രമേ പോൾ ചെയ്യപ്പെട്ടിട്ടുള്ളൂ. അപ്പോൾ അവിടെ ആ അർത്ഥത്തിൽ കോൺഗ്രസിന് ഈ പറയുന്ന പോളിംഗ് പെർസെൻറ്റേജ് പോയി എന്നതുകൊണ്ട്, അതാണ് ജെയ്സൺ നേരത്തെ റിപ്പോർട്ട് ചെയ്തത്, പോളിംഗ് പെർസെൻറ്റേജിൽ ഇടിവ് വന്നു എന്നുള്ളത് കൊണ്ട് ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന കാര്യം അവസാനിക്കുന്നില്ല. എനിക്കൊന്നും വന്ന് എത്ര ബൂത്തുകളാവുള്ളൂ? 170 ബൂത്തുകൾ. 180 ബൂത്തുകൾ. വീണ്ടും ഒരു കണക്ക്, നമ്മൾ ആ കണക്കുകൾ ഒന്ന് നോക്കിയാൽ 2016 79% പോൾ ചെയ്യുന്ന ഘട്ടത്തിലാണ് 10,000 വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമായി
ശതമാനമായി കുറയുന്നത്. അതെ. അതിന് തൊട്ട് മുമ്പ് എനിക്കൊന്ന് 24,000 മറ്റോ ആണ് അല്ലേ രാധാകൃഷ്ണൻ? 24,000. അപ്പൊ 14,000 2011 ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ. അപ്പൊ നോക്കൂ, അപ്പൊ 73% രാധാകൃഷ്ണൻ അവിടെ പോൾ ചെയ്യുന്നത്. 74%. അതെ. 74% പോൾ ചെയ്യുമ്പോൾ 24,000 വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടാവുന്നു. 77,000 പോൾ ചെയ്യുന്ന സമയത്ത് കുറയുന്നു ഭൂരിപക്ഷം. അതായത് അവിടെ ശക്തമായ കോൺഗ്രസിന്റെ സാന്നിധ്യം ഉണ്ടാവും. ചേലക്കരയിൽ നോക്കൂ, ചേലക്കര മണ്ഡലം പരമ്പരാഗതമായി ഇടതുപക്ഷത്തിന്റെ കോട്ടയാണെന്ന് നമ്മൾ പറയുമ്പോഴും ഒരു ലെഫ്റ്റ് അനാലിസിസ് അവിടെ എങ്ങനെയാ ശരിയാവുന്നു നോക്കൂ. പോളിംഗ് പെർസെന്റേജ് 74% കുറയുന്നു. അതെ. പോളിംഗ് പെർസെന്റേജ് കൂടുമ്പോൾ ഭൂരിപക്ഷം LDF കുറയുന്നു. അതെ. അങ്ങനെയാണെങ്കിൽ പോളിംഗ് പെർസെന്റേജ് കുറയുമ്പോൾ സ്വാഭാവികമായി ഭൂരിപക്ഷം കൂടണം. അതാണ് എന്റെ യുക്തി എന്ന് പറയുന്നത്. പക്ഷെ വേറൊരു പ്രശ്നമുണ്ട്. നമ്മൾ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അറിയാവോ? കെ രാധാകൃഷ്ണൻ എന്നുള്ളതാണ് ഇതിനകത്ത് ഫാക്ട്. ഇതാണ് ഒരു 10 ദിവസം കാത്തിരിക്കാവോ? അതെ, കാത്തിരിക്കണം. എന്തായാലും നമ്മൾ 10 ദിവസം കാത്തിരിക്കാം. പക്ഷെ വാർത്തകൾക്ക് കാത്തിരിക്കാൻ സമയമില്ല. ഈ മണിക്കൂറിലെ പ്രധാന തലക്കെട്ടുകൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 3 അംഗം ദ ബൈപോൾ ബാറ്റിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ചേലക്കര മണ്ഡലത്തിലെ പോളിംഗ് പെർസെന്റേജ് കഴിഞ്ഞ തവണത്തെ പോളിംഗ് പെർസെന്റേജിനേക്കാൾ 4.5% കുറയുമെന്നാണ് ഏറ്റവും ഒടുവിലത്തെ കണക്കുകൾ പറയുന്നത്. വയനാട് മണ്ഡലത്തിൽ വലിയ ഇടിവാണ് പോളിംഗ് ശതമാനത്തിൽ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് 6% ഇടിവുണ്ടാവും. ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന കണക്ക് പ്രകാരം ചേലക്കരയിലെയും വയനാട്ടിലെയും പോളിംഗ് പെർസെന്റേജ് ഒരിക്കൽ കൂടി പറയാം. ചേലക്കരയിൽ 72.51% ഈ നിമിഷം ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ നിന്ന് കിട്ടുന്ന ഡാറ്റ. എന്നാൽ അതേസമയം കഴിഞ്ഞ തവണ 77.4%, അതായത് 6.9% ഇടിവ് ചേലക്കര മണ്ഡലത്തിൽ ഉണ്ടാവുന്നു. അത് ആരുടെ ചങ്കിടിപ്പ് കൂട്ടുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതേസമയം വയനാട്ടിൽ നിന്ന് വരുന്ന കണക്ക് പ്രകാരം ഏറ്റവും ഒടുവിലത്തെ കണക്കിൽ 64.54%. കഴിഞ്ഞ തവണ അത് 73% അതായത് ഏകദേശം 8% ഇടിവ് വയനാട് മണ്ഡലത്തിൽ ഉണ്ടാവുന്നു എന്നാണ് കണക്കുകൾ പറയുന്നത്. 8% ഇടിവ് വയനാട് മണ്ഡലത്തിലും ഏകദേശം 72 അല്ലേ, അപ്പം 5% ഇടിവ് ചേലക്കര മണ്ഡലത്തിലും ഉണ്ടാവുന്നു എന്നാണ് കണക്കുകൾ പറയുന്നത്. ഈ കണക്കുകൾ ആരെ തുണയ്ക്കും എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ജനവിധിയിൽ മുന്നിലാര് എന്ന ചർച്ചയിലേക്ക് നമ്മൾ കടക്കും. അതിനു മുമ്പ് ഈ